തന്നെ വേൾഡ് വൈൽഡ് ഫൗണ്ടേഷൻ അഥവാ WWF പ്രവർത്തനങ്ങൾ സജീവമായി പങ്കെടുത്തു. നേച്ചർ വാക്ക്, പക്ഷി നിരീക്ഷണം തുടങ്ങി പരിസ്ഥിതി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. ഇന്ന് അഥവാ ഇപ്പോ പാലക്കാട് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സജീവ അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. പക്ഷി നിരീക്ഷണ യാത്രകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ സർക്കാർ വകുപ്പുകൾക്കും പഞ്ചായത്തുകൾക്കും വേണ്ടി ജീവവിഭവ സർവേകളും ജൈവ വൈവിധ്യ പദ്ധതികളിലും സിറ്റിസൺ സയന്റിസ്റ്റായി ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി വരുന്നു അദ്ദേഹം. കൂടാതെ പാമ്പുകളോടുള്ള പ്രത്യേക അഭിരുചി മൂലം കേരള സർക്കാർ വനംവകുപ്പിന്റെ അനുമതിയോടെ പാമ്പുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിതമായ ആവാസ വ്യവസ്ഥയിലേക്ക് പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നു. പ്രകൃതി സംരക്ഷണത്തിനും പരിസ്ഥിതി ബോധവൽക്കരണത്തിനും വേണ്ടി സമർപ്പിച്ച അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തികളിൽ നിന്നാണ് അദ്ദേഹത്തെ നമ്മൾ ഇന്ന് പോയി അതിഥിയായി ഈ വെബിനാറിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ശ്രീ കെ രവി അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് സെഷൻ അദ്ദേഹത്തിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഒരു കാര്യം ബോധിപ്പിക്കാനുള്ളത്, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉള്ളത് നമുക്ക് അവസാനം ഈ വെബിനാറിന്റെ അവസാനം 10 മിനിറ്റ് നമുക്കൊരു Q&A സെഷൻ ഉണ്ട്. സോ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ രേഖപ്പെടുത്തി നമുക്ക് അവസാനം നമുക്ക് 10 മിനിറ്റ് ചോദിക്കാവുന്നതാണ്. So welcome, Dev sir. Thank you, Ashik. Thank you very much. Introduction നീണ്ടു പോയില്ല. And Doctor, presentation will be in English. I've done the presentation in English, and I hope I use Malayalam in between. Let me share the screen, please. Screen കിട്ടിയില്ലേ? Hello? Ashik? കിട്ടി sir, already. Okay. Generally, ഒരു snakes of Kerala topic ആണ്. General awareness. പാമ്പിന്റെ നമ്മുടെ നാട്ടിലെ ഒരു കൺസെപ്റ്റ് ആൾക്കാരുടെ നമ്മുടെ പഴയ കാലത്ത് ചെറുപ്പം തന്നെ പാമ്പിന് ഒരു പേടിയുള്ള സാധനമായിരിക്കും. അത് കൺസെപ്റ്റ് അങ്ങനെ. നമ്മുടെ മുത്തശ്ശി കഥ, ഫിലിംസ്, സ്റ്റോറീസ്, ബുക്സും ജനറലി വില്ലനായിട്ടാണ് കാണിച്ചിരിക്കുന്ന പാമ്പിനെ. സോ മനസ്സിലായാലും ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ചെറിയൊരു പാമ്പിന്റെ കാര്യമാണ് പറയാൻ പോണത്. അത് വില്ലനായിട്ട് കാണാൻ തന്നെ ഒരു ആവശ്യമായിട്ട് കണക്കൂട്ടാറാണ്. അതാണ് മെയിനായിട്ട് ഇന്നത്തെ ടോപ്പിക്. സ്നേക്സ് ഓഫ് കേരള. കേരള മെയിനായിട്ട് കോൺസെൻട്രേറ്റ്. പിന്നെ നമ്മുടെ സ്നേഹിന്റെ കാര്യത്തില് കുറെ സൂപ്പർസ്റ്റിഷൻസും കുറെ ഉണ്ട് നമുക്ക്. അതിനെ കുറിച്ച് മാറ്റാൻ നമുക്ക് നോക്കാം. തുടങ്ങാം കേട്ടോ. ഓക്കെ. ലോകത്ത് പാമ്പുള്ള സ്ഥലം ഇതാണ്. ഒരു മാപ്പാണ്. അപ്പൊ കടലത്തെ പാമ്പുണ്ട്, തീരത്തെ പാമ്പുണ്ട്. രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാമ്പുണ്ട്. അപ്പൊ ലോകത്തിൽ ഒരു 4056 പാമ്പ് റെക്കോർഡുകളാണ് ഇപ്പൊ. ഇനി പുതിയ കണ്ടുകൊണ്ടിരിക്കേണ്ട അമേസൺ ഗാർഡനിലും അമേരിക്കൻ അമേസൺ ഫോറസ്റ്റിലും ഇങ്ങനെ പുതിയ സ്നേക്സിനെ കിട്ടാനായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു നോൺ സ്റ്റോപ്പാണ്. അതാണ് മെയിനായിട്ട്. ഓക്കെ. നമ്മുടെ നാട് നോക്കുമ്പോ നമ്മുടെ നാട്ടില് ഒരു 320 സ്നേക് സ്പീഷീസിന്റെ റെക്കോർഡുകളാണ് നമ്മുടെ നാട്ടില്. അതിൽ കേരളയിൽ 120 പ്ലസ് സ്നേക്സ് നമ്മുടെ നാട്ടിൽ കേരളയിലുണ്ട്. ഇതാണ് സ്നേക്സ് ഉണ്ട്. ഏറ്റവും ചെറിയ ബ്രാഹ്മി വേം സ്നേക്ക്, അതൊരു സാധാരണ പോലെയാണ്. അതിനെ തൊട്ട് നമുക്ക് മലമ്പാമ്പ് വരെ ഇൻ ബിറ്റ്വീൻ എല്ലാ ഷേപ്പും സൈസും പാമ്പ് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാം. ഓക്കെ. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? സംശയം? അഷിക്, ഹലോ. Hello, Ashik. Hello, Jabir. Hello. Clear. Hello. Clear, sir. Okay. Fine. Thank you. Okay. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഡെമോഗ്രഫി. കേരളത്തിലെ ഡെമോഗ്രഫി എത്ര പാമ്പ് ഉണ്ട്. പാമ്പ് പറഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് കാര്യം ശ്രദ്ധിക്കണം. ജീവിക്കാൻ പറ്റുന്ന സാധനമാണ്. മാത്രമേ ഇത് ഉള്ളൂ. ഒരു 4 രാജ്യത്തിൽ മാത്രമേ പാമ്പില്ല. അത് ടോട്ടലി സ്നോ കവേർഡ് ആണ്. ന്യൂസിലാൻഡ്, അയർലൻഡ്, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡും അലാസ്കയും. ഈ ചില രാജ്യത്ത് പാമ്പേ ഇല്ല.
അവിടെ ഒന്ന് രണ്ട് കാര്യത്തിൽ ഐലൻഡ്സും ഇല്ല. ഒരു കാരണം ക്ലൈമാറ്റിക് കണ്ടീഷനാണ്. എക്സ്ട്രീം കോൾഡ് പാമ്പ് സർവൈവ് ചെയ്യില്ല. ചില ഐലൻഡ്സ് പാമ്പ് അത് കാരണം ഒരു ദൂരമാണ്, മെയിൻലാൻഡ് ദൂരമുള്ള കാരണം പാമ്പ് എത്തിയിട്ടില്ല. അതാണ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദ വേൾഡ്, പാമ്പിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ പാമ്പിന്റെ സ്റ്റഡി എന്താണ്? ഓഫിയോളജിയാണ് പേര് കൊടുക്കണം. ഓഫിയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സ്നേക്സ്. ഓഫിയോഫോബിയ പറഞ്ഞാൽ പാമ്പിനെ പേടി. ഫോബിയ ഈസ് എ ഫിയർ. എല്ലാവർക്കും ഉള്ളതാണ് നാച്ചുറൽ ഫിയർ എന്നത്. നമുക്ക് പാമ്പ് എന്താ ഇത്ര പേടി പാമ്പിനെ? ഇത് നമ്മുടെ വീട്ടിലത്തെ അൺഇൻവൈറ്റഡ് ഗസ്റ്റ് ആണ്. മറ്റേതിനെ പോലെ നമ്മൾ കാണുന്ന മുമ്പ് അത് വീട്ടിനുള്ളിൽ എത്തിയിട്ടുണ്ടാവും ചിലപ്പോ. ലാസ്റ്റ് റൂമിൽ തന്നെ നമുക്ക് പാമ്പ് സാധനം കാണാൻ പറ്റുന്നത് നമ്മൾ കാണുന്ന സാധനമാണ്. ഒരു ഇല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന സാധനം. ഈ ഒരു പേടി നമുക്ക് ഉണ്ട്. പണ്ട് കാലത്ത് വീട്ടിലെ ഇല്ലാത്ത കാലത്ത് ഈ പ്രശ്നമുണ്ട്. ഏറ്റവും അധികം നമ്മുടെ നാട്ടിലെ സ്നേക്ക് ബൈറ്റ് ഉള്ള നാടാണ് നമ്മൾ. ഇലക്ട്രിക് ലൈറ്റ് ഇല്ലാത്ത നേരത്തെ വീട്ടിൽ പണ്ടത്തെ മൺവീടുകളിലായിരുന്നു. അങ്ങനത്തെ കടക്കുക അങ്ങനത്തെ ഇഷ്യൂസ്. അതാണ് ഈ പേടിയുള്ളത്. ആ പേടി മാറിയിട്ടില്ല. ഓഫിയോഫോബിയ എന്നത് ഫോബിയയുടെ പേര്. എന്തൊക്കെ പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? എങ്ങനെയാണ് പാമ്പിനെ മറ്റേതിനേക്കാൾ വ്യത്യാസം പറഞ്ഞാല് പാമ്പ് ജനറലി വേർപ്പ് പറഞ്ഞ സംഭവം കേട്ടോ. ബോഡി കംപ്ലീറ്റ്ലി ബോഡി സ്കെയിൽസ് ആയിട്ട് കവർ. കംപ്ലീറ്റ്ലി ബോഡി സ്കെയിൽസ് കവർ ആണ്. അത് പെർമനന്റ് ആയിട്ടില്ല. കണ്ണിന് അടയ്ക്കാനുള്ള സൗകര്യം സ്ഥിരം തുറന്ന് കാണാൻ പറ്റുന്ന ക്രീച്ചറാണ് സ്നേക്ക്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് അബൌട്ട് സ്നേക്ക് ഈസ് കോൾഡ് ബ്ലഡഡ്. പറഞ്ഞാല് കോൾഡ് ബ്ലഡഡ് പറഞ്ഞാല് ഈ പാമ്പിന് ഒന്ന് ബോഡി ആക്റ്റീവ് ആണ്, വെയിൽ വേണം. അതാണ് മെയിൻ ആയിട്ട്. ഈ ഒരു കാര്യം മഞ്ഞുള്ള രാജ്യത്ത് പാമ്പിനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാ പാമ്പിനും നല്ല ബോഡി ഹീറ്റ് ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പൊ ഏർലി മോർണിംഗിൽ ചില കുറെ പാമ്പ് വെയിൽ കിട്ടുന്ന പുറത്തുനിന്ന് ഇരുന്ന് കാണാം. അങ്ങനെയാണ് ആക്റ്റീവ് ആവുന്നത് ബോഡി. അപ്പൊ ഈ എൻവയോൺമെന്റ് ആണ് ബോഡി ടെമ്പറേച്ചർ തീരുമാനിക്കുക. സൂര്യനാണ് സോളാർ എനർജി എടുക്കുന്ന പോലെയാണ് സ്നേക്കിന് വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, സെൻസ് ആണ്. ഒരു ഭയങ്കര കോമൺ തിങ് ആണ്. പാമ്പ് ചെവിയിലെ കളിക്കുമ്പോൾ ഒരു കൺസെപ്റ്റ് ആണ്. ജനറലി പാമ്പിന് രണ്ട് മെയിൻ ആയിട്ട് സെൻസ് ആണ്. ഒന്ന് സ്മെല്ലാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് സ്മെല്ല്. രണ്ടാമത്തെ സെൻസ് ബോഡിയിൽ കംപ്ലീറ്റ് ബോഡിയിൽ വൈബ്രേഷൻ സെൻസേഴ്സ് ഉണ്ട്. ഈ രണ്ട് കാര്യമാണ് പാമ്പിന്റെ. ഏറ്റവും ഫേമസ് ആണ് ഇത്. ഫേമസ് ആയിട്ട് ഒരു സെൻസ് ഓർഗൻ ആണ് ജേക്കബ് സെൻസ് ഓർഗൻ. എല്ലാ പാമ്പിനും പാമ്പിന്റെ നാവ് ഒരു ഫോക്ക് ടങ്കാണ്, സ്പിറ്റ് ടങ്കായിട്ട് ചെയ്യാം. ഈ പാമ്പ് ഈ നാവിനെ പുറത്തേക്ക് ഇട്ടിട്ട് അങ്ങനെ തിരിച്ചു വലിച്ചിട്ട് വെക്കണം. ഇതിനെന്താ ചെയ്യണം പറഞ്ഞാൽ ഒരു ജേക്കബ്സൺ ഓർഗൻ മൂക്കിന്റെ മേലെ ഈ രണ്ട് കണ്ണിന്റെ ഇടയിൽ അപ്പർ ജോല് ഒരു ജേക്കബ്സൺ ഓർഗൻ ആണ്. ആ ജേക്കബ്സൺ ഓർഗന്റെ ശരിക്കും പേര് നമ്മുടെ മനുഷ്യരിലുണ്ട്. ഈ ഓരോ മോളിക്യൂൾസ് എൻവയോൺമെന്റ് എടുത്തിട്ട് അത് ബ്രെയിനിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടി ജേക്കബ്സൺ എടുത്തിട്ട് 3D 2D കാണാൻ പറ്റും. അങ്ങനെയാണ് പാമ്പിനെ സെൻസ് ചെയ്യുന്ന ഒരു കാര്യം. ചില പാമ്പിന് ഹീറ്റ് സെൻസിംഗ് ഉണ്ട്. വൈപ്പർ കാറ്റഗറി ഹീറ്റ് വെച്ചിട്ട് അവർ കണ്ടുപിടിക്കാം. മെജോറിറ്റി പാമ്പിന് സ്നേക്കില് അവർക്ക് ഈ ജേക്കബ്സൺ ഓർഗനാണ് അതിന് ഒരു ബ്രെയിനിനെ ഡിറ്റക്ട് ചെയ്യാൻ സൗകര്യം ചെയ്യാൻ കൊടുക്കണം. ജേക്കബ്സൺ ഓർഗന്റെ ശരിക്കും ഓർഗൻ അത് ബ്രെയിനിൽ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യണം. അപ്പൊ നാളെ വന്നിട്ട് ഓരോ മോളിക്യൂളിനെടുത്തത് ഈ ജേക്കബ്സൺ ഓർഗൻ ടച്ച് ചെയ്യുമ്പോൾ ബാക്കി ബ്രെയിനിനെ പ്രോസസ് ചെയ്യണം. അത് കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ജേക്കബ്സണിൽ അങ്ങനെ പിക്കപ്പ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വലിക്കുന്നത്. ഓക്കെ,
ഒരു ഫിസിക്കൽ കൺസെപ്റ്റ് നോക്കുമ്പോൾ സ്നേക്സിന്റെ ഒരു കംപ്ലീറ്റ് ഹെഡ് ടു ടു ഒരു കംപ്ലീറ്റ് ബോഡി കവേർഡ് ബോഡിയാണിത്. സ്കിന്നിന്റെ ഡയറക്റ്റ് സ്കിന്നിന്റെ ചോട്ടിൽ ഇവർക്ക് കംപ്ലീറ്റ്ലി കവറായിട്ട് സ്കെലിറ്റൽ സിസ്റ്റമാണ്. ലോങ് ബാക്ക്ബോൺ വിത്ത് സ്പൈൻസ്, സ്പൈനുണ്ട്, വെർട്ടിക്കൽ കോളം ഉണ്ട്. ഈ രീതിയിലാണ് കംപ്ലീറ്റ് എലോങ്ങേറ്റഡ് ആണ് ഓർഗൻസ് എല്ലാം. അങ്ങനെയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തത്. ഹെഡ് ടു ടെയിൽ വരെ കംപ്ലീറ്റ് ബോൺസ് ആണ്. അതുപോലെ തന്നെ മസ്കുലർ ആണ്, ഹെവിലി മസ്കുലർ ആണ്. ടൈറ്റ്ലി പാക്ഡ് മസ്കുലർ ബോഡി. സാധാരണ പെർഫെക്റ്റ്ലി പാക്ഡ് സംഭവമാണിത്. അതാണ് മെയിനായിട്ട് പാമ്പിന്റെ ഫിസിയോളജി നോക്കുമ്പോൾ നല്ല മസിലും ഒരു കോമ്പിനേഷൻ ആണ് ലോക്കോമോഷൻ നടക്കണം. ഡിഫറെന്റ് ലോക്കോമോഷൻ അതാണ് അങ്ങനെ നടക്കുക. അടുത്ത കാര്യം നമുക്ക് പാമ്പിന്റെ ഒരു വെരി ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഫാങ്സ്. ഫാങ്സിന്റെ പല്ലാണ് ആക്ച്വലി. ഈ പല്ലിന്റെ ത്രൂ ആണ് നമുക്ക് വെനം ഇൻജെക്ട് ചെയ്യാം. വെനം ഡീറ്റെയിൽ പറയാം. ആദ്യം നമുക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫാങ്സ് ആണ് നമ്മുടെ പാമ്പിന്റെ നോക്കാം. മെയിനായിട്ട് പാമ്പിന് ഫിക്സ്ഡ് ഫാങ് ആണ്. ഫിക്സ്ഡ് ഫാങ് ആണ് പാമ്പിന്റെ ഒരേ പൊസിഷനിൽ സ്ഥിരനിൽക്കുന്നതാണ്. അത് വായ ഫാങ്സ് കാണാൻ കടിക്കാൻ പറ്റും. സാധാരണ നമ്മുടെ കോബ്രയിൽ കിട്ടുന്ന രണ്ടാമത്തെ ഹിഞ്ച്ഡ് ഫാൻ. ഹിഞ്ച്ഡ് പല്ലാണ്. അത് വായ തുറന്നു ഈ പല്ലിന്റെ മുമ്പിലേക്ക് വന്ന് ഓപ്പൺ ആയിട്ട് നിൽക്കും. അതാണ് ഹിഞ്ച്ഡ് ഫാൻ. പിന്നെ റിയർ ഫാൻ. റിയർ ഫാൻ സാധാരണ സെമി വെനമസ് സ്നേക്സിനെ ഉണ്ടാവുള്ളൂ. അത് ജോന്റെ ബാക്കിലായിരിക്കും. സോ ദാറ്റ് പ്രേനെ പിടിച്ച് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ രണ്ട് പാമ്പിന്റെ ഫാങ്സ് മെയിൻലി പോയിസൺ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഫാങ്സ് ഇല്ലാത്ത കുറെ പാമ്പ് നോൺ വെനമസ് ഫാങ്സ്. അവർ മെയിൻലി പ്രേനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോൺ സാധാരണ കടിച്ച കുറെ ബ്ലീഡിങ് നടത്തും മെയിനായിട്ട്. ബാക്കി ജനറലി ഫിക്സ്ഡ് ഫാങ്, ഹിഞ്ച്ഡ് ഫാങ് നമുക്ക് ചെറിയ കടിച്ചതിന്റെ ഹോൾ കാണാൻ പറ്റും. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് ഓക്കെ രണ്ട് ടൈപ്സ് ഓഫ് ഫാങ്സ് ഉണ്ട്. അത് ശ്രദ്ധിക്കണം. ഒരു ഗ്രൂവ്ഡ് ഫാങ്സിന്റെ ഹൈപ്പോഡെർമിക് ഫാങ്സ് കോമൺ ആണ് അറിയാം. ഇൻജെക്ഷനെ പോലെ ഉണ്ടാവും. പാമ്പിനെ കടിച്ചാൽ പല്ലിന്റെ ഉള്ളിലൂടെ ഒരു ഗ്രൂവ് ഇതിന്റെ ഒരു പാർട്ടിന്റെ കൂടെയാണ് അത് ഇൻജെക്ഷൻ നമ്മുടെ വെനം ട്രാൻസ്ഫർ ആവുക. ഗ്രൂവ് ഫാങ്സിന്റെ പല്ലിന്റെ ഉള്ളിലല്ല, പല്ലിന്റെ പുറത്താണ് ഒരു കനാൽ പോലെ ഉണ്ടാവുക. കടിക്കാൻ അത് കൂടെയാണ് നമ്മുടെ ബോഡിക്ക് വെനം കയറുക. ഡയറക്റ്റ് ഒരു ഇൻജെക്ഷൻ കൊടുക്കുന്നത് പോലെയാണ്. അതാണ് ഫാങ്ങിന്റെ കാര്യം. ഓക്കെ, സ്നേക്ക് വെനം ഇത് വെരി ഇമ്പോർട്ടന്റ് സംഭവമാണ്. നമ്മൾ സാധാരണ അപ്പൊ ഗവൺമെന്റിന്റെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നപ്പോ ഇവര് പണി പോയി ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി ഇവർ. അപ്പോഴാണ് തമിഴ്നാട് ഗവൺമെന്റ് ഇവർക്ക് സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് ഒഫീഷ്യലായിട്ട് ഒരു പാർക്ക് എല്ലാവരും ജോലി കൊടുത്തു. ഇവർക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് പോലെയാണിത്. സോ ദിസ് ഈസ് മിൽക്കിംഗ് ആയി. ഇതിനെ പറയുന്നത് മിൽക്കിംഗ് ആ പറയാം. പാമ്പിനെ വെനമായിട്ട് വേറെ പ്രൊഫഷണൽ ആൾക്കാർ ചെയ്യാൻ പാടുള്ളൂ, ആർക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ ആയിട്ട് ഇത് പറയേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് ഇവർ ഈ വെനം വെച്ചിട്ട് എന്താണ് ഇവർക്ക് എക്സ്ട്രാക്ട് ചെയ്യണം മിൽക്ക് ചെയ്യുന്നത്? ഈ വെനം വെച്ചിട്ടാണ് ആന്റി വെനം ഉണ്ടാക്കണം. ആന്റി വെനം നമുക്ക് കിട്ടുന്ന ഇപ്പൊ ഹോസ്പിറ്റൽ പാമ്പ് സ്നേക്ക് ബൈറ്റ് കിട്ടിയിട്ട് നമുക്കൊരു ആസ്പത്രിയിൽ പോകുമ്പോൾ നമുക്ക് ഇത് ചെയ്യുന്നത് ഇഞ്ചക്ഷൻ തരില്ലേ, ശരിക്കും അത് സ്നേക്കിന്റെ പോയിസൺ തന്നെയാണ്. എങ്ങനെയാണ് ആന്റി വെനം ഉണ്ടാക്കണ പറഞ്ഞാല് ഇവർ ഈ വെനത്തിന് ചെറിയ ചെറിയ ഡോസിൽ കുതിരയില് ഇഞ്ചക്ട് ചെയ്യും. കുതിര ഉപയോഗിക്കണം. കുതിര വലിയൊരു ജീവിയാണ്. അതിന്റെ ബോഡി അപ്പൊ അത് കുറച്ച് കൊടുക്കുമ്പോ ബോഡി റെസിസ്റ്റൻസ് കൂട്ടിക്കൊണ്ടിരിക്കും. അത് ഇതിന്റെ ഹൈപ്പർ ഇമ്മ്യൂണൈസേഷൻ ആ പറയാ ഇതിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഇത് വെച്ചിട്ട് അവർ എന്താ ചെയ്യാ, ഈ കുതിരയുടെ ബോഡിയില് ഇവര് അത് ആന്റിബോഡി പ്രൊഡ്യൂസ് ഇതിനെ സ്വന്തം പ്രൊട്ടക്ഷൻ നടത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ റിസർച്ച് സയന്റിസ്റ്റ് എന്താ ചെയ്യണം, ഈ ഇവിടുത്തെ ആന്റിബോഡി അത് ഈ ബ്ലഡ് എക്സ്ട്രാക്ട് ചെയ്യും. കുതിരനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് അതിനെ പ്രോസസ്സിംഗ് എല്ലാം ചെയ്തിട്ടാണ് ഇവര് ആന്റി വെനം ഉണ്ടാക്കാൻ.
അപ്പൊ ആന്റിവെനം 2 ടൈപ്പാണ് ജനറലി. മോണോവലന്റ് ആന്റിവെനം ആൻഡ് പോളിവലന്റ് ആന്റിവെനം. അപ്പൊ മോണോവലന്റ് ഒരു സിംഗിൾ ഒരു കോബ്രയ്ക്ക് കോബ്ര ഇഞ്ചക്ഷൻ, വൈപ്പറിന് ഇഞ്ചക്ഷൻ, അതാണ് മോണോവലന്റ്. പോളിവലന്റ് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഒരു കേസില് ഒരു പാമ്പ് സ്നേക്ക് ബൈറ്റ് കിട്ടിയ ആസ്പത്രി ഒരു ജനറൽ ഐഡിയ കിട്ടിയിട്ട് ഏത് പാമ്പാണ്, അതാണ് പ്രശ്നം. അപ്പൊ ഇത് പോളിവലന്റ് ഒരു കമ്പൈൻഡ് മെഡിസിൻ ആണ്. ഏത് പാമ്പിനെ കടിച്ചാലും നമുക്ക് അത് കൊടുക്കാൻ പറ്റുന്ന ഒരു ആന്റിവെനമാണ് പോളിവലന്റ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മെയിൻ ആയിട്ട് ആന്റിവെനം ഉണ്ടാക്കുന്നത് ബോംബെയിലും ഹിമാചലിലാണ്. ഹാപ്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയാണ് ഈ ആന്റിവെനം മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. പ്രോസസിങ് കുറെ പ്രൊസീജിയേഴ്സിന്റെ പ്രോസസിങ് എല്ലാം ചെയ്യാൻ അങ്ങനെയാണ്. അപ്പം തമിഴ്നാട്ടിൽ ചെയ്യുന്നത് എക്സ്ട്രാക്ഷൻ മാത്രം, മിൽക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുടെ പ്രോസസിങ് അവിടെ നടക്കണം. ഓക്കെ, അപ്പോൾ ഈ സ്നേക്ക് വെനം എങ്ങനെ എഫക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. സ്നേക്ക് വെനം നമുക്ക് മെയിൻ ആയിട്ട് കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് 4 എടുക്കാം. ന്യൂറോടോക്സിക് നമ്മുടെ നെർവസ് സിസ്റ്റമിനെ എഫക്ട് ചെയ്യും. ഹീമോടോക്സിൻ നമ്മുടെ ബ്ലഡിനെ എഫക്ട് ചെയ്യും. സൈറ്റോടാക്സിൻ നമ്മുടെ സെൽസിനെ ടിഷ്യൂസിനെ എഫക്ട് ചെയ്യും. പിന്നെ മയോടാക്സിൻ മസിൽസിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു കോംപ്ലെക്സ് കോമ്പിനേഷൻ ആണ് വെനം. അവർക്ക് ഇത് ശരിക്കും അത് ഡിഫറെന്റ് ബോഡിയിൽ ഡിഫറെന്റ് പാർട്സിനെ എഫക്ട് ചെയ്യും. ന്യൂറോടോക്സിക് ഒരു വെനം നമുക്ക് കടി കിട്ടിയാൽ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ നെർവസ് സിസ്റ്റം എഫക്ട് ചെയ്തിട്ട് മോസ്റ്റ് കോമൺ തിങ് ഈസ് നമ്മുടെ ബ്രീത്തിങ് സ്റ്റോപ്പ് ആവും. എന്താ ബ്രീത്തിങ് സ്റ്റോപ്പ് ആകുന്നത്? നമ്മുടെ മസിലിനെ എങ്ങനെ റിലാക്സ് ആക്കിയിട്ട് നമ്മുടെ ഡയഫ്രം ഇല്ലേ, ഡയഫ്രമിനെ എഫക്ട് ചെയ്തിട്ട് ഡയഫ്രമിനെ അപ്പ് ആൻഡ് ഡൗൺ പോകാൻ സമയക്കാണ്ട് നമുക്ക് ബ്രീത്തിങ് ചെയ്യാൻ പറ്റില്ല. ഡയഫ്രം എന്താണ്? നമ്മുടെ റെസ്പിറേറ്ററി ഡൈജസ്റ്റീവ് സിസ്റ്റം 2 ഡിഫറെന്റ് ആയിട്ട് പിരിക്കുന്ന സ്ഥലമാണ്. ആ ഡയഫ്രം ആണ് നമ്മൾ ശരിക്കും നമ്മൾ ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഇന്നർ ഔട്ട് ചെയ്യും, നമുക്ക് അത് പുഷ് ചെയ്ത് നമുക്ക് ബ്രീത്തിങ് ചെയ്യാൻ സൗകര്യം ചെയ്യും. അപ്പൊ ആ ഡയഫ്രം വർക്ക് ചെയ്തിരുന്നു പിന്നെ നമ്മൾ ശ്വാസം എടുക്കാൻ പറ്റില്ല. ശ്വാസം എടുത്ത് നമുക്ക് പിന്നെ ശ്വാസം എടുക്കാൻ പറ്റാതെ അതിന് ബാക്കി ബ്രെയിൻ എഫക്ട്സ് ആവും. ഹീമോടോക്സിൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ ന്യൂറോടോക്സിൻ മെയിൻ ആയിട്ട് നമ്മുടെ കോബ്രയിലാണ് കാണാതില്ല. ഹീമോടോക്സിൻ പറഞ്ഞാൽ ബ്ലഡിലാണ്. വാട്ട് ഹാപ്പൻസ് വൈപ്പറിന്റെ ഒരു കരി കിട്ടിയാൽ ബ്ലഡ് ക്ലോട്ട് ആവും. അതാണ് ഇമ്മീഡിയറ്റ്ലി ബ്ലഡ് ക്ലോട്ടിങ് തുടങ്ങും. അപ്പൊ ഈ ഒരു കാരണം വാട്ട് ഹാപ്പൻ, ബ്ലഡ് വെസൽസ് എല്ലാം പൊട്ടാൻ തുടങ്ങും. ലിറ്ററലി നിങ്ങളുടെ മൂക്കിനും കണ്ണിനും ചെവിയിലും ബ്ലഡ് പുറത്തു വരാൻ തുടങ്ങും. അതേപോലെയാണ് സൈറ്റോടോക്സിക്സ് ഡാമേജ്, സെൽസിനെ ടിഷ്യൂസിനെ ഡാമേജ് ചെയ്ത് അങ്ങനെ ഇമ്മീഡിയറ്റ് അത് ലിറ്ററലി കരിച്ചു പോകും നമ്മുടെ കൊലയിൽ. സെയിം വിത്ത് മയോടോക്സിൻ. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ടോക്സിന്റെ ഇനിയും കുറെ കാര്യം ഡിഫറെന്റ് ഏരിയ ഡിഫറെന്റ് ആയിട്ട് എഫക്ട് ചെയ്യുന്ന കാര്യമുണ്ട്. സോ ഇപ്പൊ എന്താ ഞാൻ മുമ്പ് പറഞ്ഞത് മോണോവലന്റ് പോളിവലന്റ് കാര്യം പറഞ്ഞ എന്താ കാരണം പറഞ്ഞാല് നമ്മുടെ ഫോർ എക്സാമ്പിൾ കിങ് കോബ്രയുടെ ആന്റിവെനം നമുക്ക് തായ്ലാൻഡാണ് കിട്ടണേ. ഇപ്പൊ ഇതുവരെ അത് കിട്ടുന്നത് പ്രോബ്ലം. ഇപ്പൊ കുറച്ച് കണ്ടുപിടിച്ചില്ല. ഇപ്പൊ ഈ ആന്റിവെനം ഇപ്പൊ അത് എഫക്റ്റ് ആവുന്നത് നമ്മുടെ നാട്ടിൽ എഫക്റ്റ് ആവുന്നത് നമ്മുടെ നാട്ടില് കിങ് കോബ്ര പഠിച്ചാല്. അപ്പൊ അത് കാരണം അവര് നമ്മുടെ നാട്ടിൽ തന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കേരള ഗവൺമെന്റ് വരെ അതിന് സെപ്പറേറ്റ് ബഡ്ജറ്റ് പൈസ കൊടുത്തിട്ട് വിചാരിക്കുന്നത് മാറ്റി വെച്ചിട്ടുണ്ട്. വേറെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ കേരളയില് മോണോവലന്റ് ഇഞ്ചക്ഷൻസ് ഉണ്ടാക്കാൻ അത് എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട. അതാണ് ഓക്കെ. പിന്നെ ഈ ഇൻസിഗ്നിയ പറഞ്ഞാൽ നമ്മൾ ഒരു സിമ്പിൾസ് ഈ പാമ്പിന് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെൽത്തിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതേ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കുറെ ഡിഫറെന്റ് സിംഗിൾ പാമ്പുണ്ട്, ഡബിൾ പാമ്പുണ്ട്, അങ്ങനെ. ACPS പറഞ്ഞ ഒരാളാണ്. അത് ആക്ച്വലി ഗ്രീക്ക് റോമൻ ഗോഡ് ഓഫ് ഹീലിംഗ് ആണ്. ഹെൽത്തിന് വേണ്ടിയിട്ട് അതാണ് ആ ഒരു സിമ്പിൾ ഉപയോഗിക്കണം. വേൾഡ് ഹെൽത്ത് ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യത്തിലും പാമ്പിനാണ് നമ്മൾ അവർ കാണിക്കേണ്ടത്. ഓക്കെ. അപ്പൊ സ്നേക്ക് ബർത്ത്, സ്നേക്ക് എങ്ങനെ പ്രസവിക്കാനാണ് ഒരു ചോദ്യം. അപ്പൊ നമുക്ക് അറിയുന്ന മോസ്റ്റ് ഓഫ് സ്നേക്സ് എന്താ ചെയ്യുക, മുട്ടയിട്ടിട്ട് അത് ഹാച്ച് ചെയ്യും. അത് വെരി കോമൺ ആണ്. എക്സെപ്റ്റ് കിങ് കോബ്ര മാത്രമേ മുട്ട ഹാച്ച് ചെയ്തിട്ട് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുള്ളൂ. മോസ്റ്റ് അതർ പാമ്പന മുട്ടയിട്ട് അത് വിട്ടിട്ട് പോകും. അപ്പൊ ഇതിനെയാണ് ഓവിപാരസ് പറയാം. ഓവിപാരസ് എന്ന് പറയാം. എഗ് ലേയിങ് സ്നേക്സിനെയാണ് നമ്മള് ഓവിപാരസ് പറയാം. അതേപോലെ ചില പാമ്പ് കുട്ടികളെ ഡയറക്റ്റ് ആയിട്ട് ലൈവ് ബർത്ത് കൊടുക്കും. അതാണ് വിവിപാരസ്. എക്സാക്ട്ലി ഓപ്പോസിറ്റ്. എഗ് ലേയിങ് ലൈവ് ആയിട്ട് ബ്രീതർ കുട്ടികളെ പ്രസവിക്കുന്നതാണ് വിവിപാരസ്. ഇതിന്റെ രണ്ടായിട്ട് ഒരു കോമ്പിനേഷൻ ആയിട്ട് ഒരു ഓവിപാരസ് ഉണ്ട്. വേർ ഈ പാമ്പിന്റെ കുട്ടികൾ നമ്മുടെ വയറ്റിൽ തന്നെ വലുതാവും. അപ്പൊ അതിന് ഹാർഡ് ഷെൽ അല്ല, ഒരു മെമ്പറൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പ്രസവിക്കുന്ന സമയം അത് കുട്ടികൾ നമ്മുടെ ബോഡിയുടെ പുറത്തു വരും. ഇതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് സ്നേക്കിന്റെ ബർത്ത്. ഇങ്ങനെയാണ് 3. ഓക്കെ. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ നാട്ടിലത്തെ ഫേമസ് ആയ പാമ്പ്. 4 ഫേമസ് പാമ്പാണ് നമ്മുടെ നാട്ടിൽ.
ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ട് ഒരു പാമ്പാണ് നമ്മുടെ നാട്ടിലെ ഒരു കോമൺ സീ സ്നേക്ക് ഈസ് കോബ്ര. കോബ്ര ആണ് ഇത്. ഇത് നാജാണ്. ശരി, ലാറ്റിൻ വേർഡ് ആക്ച്വലി നാഗായിരുന്നു. പക്ഷെ ലാറ്റിൻ ആയപ്പോൾ ഒരു മാറ്റം. ഇത് മോസ്റ്റ് ഡെഡ്ലി നമ്മുടെ ഏറ്റവും അധികം കടി കിട്ടുന്ന ഒരു പാമ്പാണ് കോബ്ര. ഇതാണ്. അപ്പൊ അടുത്തതാണ് രണ്ടാമത്തെ ലിസ്റ്റിൽ വരുന്ന ആളാണ് നമ്മുടെ അടുത്ത കോബ്ര. 2 ടൈപ്പ് ഓഫ് കോബ്ര ഉണ്ട് നമ്മുടെ നാട്ടിലെ. സ്പെക്ടിക്കൽ കോബ്ര ഉണ്ട്, മോണോക്ലിയർ കോബ്ര. തലയുടെ ബാക്കിൽ ചെറിയ അവരുടെ കാണാം. അപ്പൊ സ്പെക്ടിക്കൽ മോണോക്ലിയർ സിംഗിൾ ആണ്. അത് ഒരു ചെറിയ 2 ഷേപ്പില് ഉണ്ട്. ഈ 2 ടൈപ്പ് നമ്മുടെ സ്നേക്ക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോമൺ ക്രേറ്റ്, വെള്ളിക്കേപ്പർ. ഇത് എന്താ വ്യത്യാസം പറഞ്ഞാൽ ബാക്കി ഇതിന്റെ വെള്ളിക്കൻ പാമ്പ് ജനറലി ഇത് ഈ പാമ്പ് കടിച്ചാൽ അറിയില്ല. ഇത്ര ഇതാണ്. അപ്പൊ മെയിൻലി ഉൾനാട്ടിലാണ് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പാമ്പാണ് ഇത്. ഓൺലി പ്രോബ്ലം ഇതിന്റെ ബൈറ്റ് ഭയങ്കര പെയിൻലെസ് ബൈറ്റും ആണ്. അറിയേയില്ല. ജനറലി രാത്രി കടിച്ച രാവിലെ ആൾക്ക് മരിച്ചിട്ട് രാത്രി മരിച്ചിട്ട് കിടക്കുന്നത് കാണാം. ആർക്കും അറിയേയില്ല. മോസ്റ്റ്ലി ഉൾനാട്ടിലെ ഒരു നിലത്ത് കിടക്കുമ്പോൾ അത് വന്ന് അറിയാണ്ട് കടിക്കാനത്. അതാണ് ഈ കോമൺ കേസ്. വെരി ഡെഡ്ലി ആണ്. ഏറ്റവും മോസ്റ്റ് ഡെഡ്ലി ഉൾനാട്ടിലെ ഏറ്റവും അധികം ഫാറ്റാലിറ്റി ഡെത്ത് എല്ലാം ഈ പാമ്പാണ് മെയിൻ ആയിട്ട്. അതാണ് കോമൺ ക്രേറ്റ്. ആ കോമൺ ക്രേറ്റിൽ തന്നെ നമുക്ക് കുറച്ച് കാറ്റഗറീസിന്റെ ബ്രാൻഡഡ് ക്രേറ്റ് ഉണ്ട്. അതാണ് ഇത് രണ്ടാണ് ബ്രാൻഡഡ് കോമൺ, ബ്രാൻഡഡ് ക്രേറ്റ്. അടുത്തതാണ് മോസ്റ്റ് ഡേഞ്ചറസ് നമ്മുടെ നാട്ടിലത്തെ സ്നേക്ക് ആണ് റസൽസ് വൈപ്പർ. വൈപ്പർ കാറ്റഗറിയിൽ ചേനത്തണ്ടൻ പറയുന്നത്. ചേനത്തണ്ടൻ കുറെ ഡിഫറെന്റ് ഏരിയയിൽ ഡിഫറെന്റ് പേരാ കൊടുത്തിരിക്കണ. ചേനത്തണ്ടൻ അണരിയാണ് കോമൺ ആയിട്ട് പേര്. അണരി, ചേനത്തണ്ടൻ ഡിഫറെന്റ് ഏരിയയിലുണ്ട്. ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് പാമ്പാണ്. എന്താ കാരണം പറഞ്ഞാൽ ബാക്കി കുറെ പാമ്പല് നമ്മുടെ ശബ്ദം കേട്ടിട്ട് വൈബ്രേഷൻ എന്ന് കേട്ട് അത് മാറി നിൽക്കും. വേറെ റസൽസ് വൈപ്പർ ആ നിന്ന് കടന്ന സ്ഥലത്ത് ഇരിക്കുന്നത്. അത് മാത്രം ഇതിന്റെ ബോഡി, ഇതിന്റെ ഹെഡ് എസ് ഷേപ്പിലാണ് അത് കടക്കുക. അപ്പൊ സ്ട്രൈക്ക് കടന്ന സ്ഥലത്ത് ചാടിയിട്ട് നമ്മൾ കടിക്കാനൊരു സൗകര്യമുണ്ട് അതിന്. വെരി ഡെഡ്ലി സ്നേക്ക് ആണ്. വെരി വെരി ഡെഡ്ലി. ഏറ്റവും നല്ലൊരു സ്നേക്ക് ബൈറ്റ്. വെരി ലീറ്റൽ ആണ്. നമുക്ക് സമയമില്ല. വിത്തിൻ അരമണിക്കൂറിൽ ആസ്പത്രി എത്തിക്കണം. ഒരു ഗോൾഡൻ അവർ പറയുമില്ലായിരുന്നു. ഗോൾഡൻ അവർ ഉണ്ട് നമുക്ക് പാമ്പിന്. പക്ഷെ ഇതിന്റെ ബൈറ്റ് കിട്ടിയ വെരി ലീറ്റൽ ആണ്. ഡോക്ടേഴ്സിനെല്ലാം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ വൈപ്പറിന്റെ ട്രീറ്റ്മെന്റ് ഏറ്റവും ബുദ്ധിമുട്ട്. മൾട്ടിപ്പിൾ ഡോസസ് ഓഫ് സലൈനും മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണം അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട്. ഇൻസ്പൈറ്റ് ഓഫ് എവറിഥിങ് ഇവർക്ക് ലോങ് ടൈം നമുക്ക് എഫക്ട്സ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. നമ്മുടെ ലിവർ എഫക്ഷൻ ഉണ്ട്, കണ്ണിന് കാഴ്ച പ്രശ്നം, സ്കിൻ പീലിംഗ് ഉണ്ട്, ലോങ് ടൈം എഫക്ട്സും ആണ്. പക്ഷേ ഇനീഷ്യൽ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണം. അപ്പൊ ഈ വൈപ്പർ തന്നെ കുറച്ച് കാറ്റഗറി ഉണ്ട്. അത് സോഫ്റ്റ് സ്കെയിൽ വൈപ്പർ ആണ്. ചെറിയൊരു പാമ്പാണ് ഇത്. ഭയങ്കര ഡെഡ്ലി ആണ്. ഈ സംബന്ധിച്ച മണ്ടലി പറയും ഈ പാമ്പ് ജനറലി ഗ്രൗണ്ടിലെല്ലാം കാണാൻ പറ്റും. ചെറിയ ചെറിയ പല്ലിയിലെല്ലാം കഴിക്കുന്നത് അറിയാണ്ട് നമ്മൾ നമുക്ക് അറിയാം. വെരി ഡെഡ്ലി ഓൾസോ. ഇറ്റ്സ് എ സോഫ്റ്റ് സ്കെയിൽ വൈപ്പർ. അടുത്തതാണ് നമ്മുടെ സോഫ്റ്റ് സ്കെയിൽ ഓവർലാപ്പിംഗ് ഇതിന്റെ ഇതാണ് സ്കെയിലാണ്. അപ്പൊ ശബ്ദം ഉണ്ടാകും. മണലിൽ നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കും കേട്ടോ. അതാണ് സോഫ്റ്റ് സ്കെയിൽ വൈപ്പർ പറഞ്ഞത്. പിന്നെ അടുത്ത ഹോർഷൂ പിറ്റ് വൈപ്പർ ഉണ്ട്. പിന്നെ ഹോഗ്നോസ് പിറ്റ് വൈപ്പർ. ഇതിൽ കുറെ നമ്മുടെ നാട്ടിലും വെസ്റ്റേൺ ഘാട്സിൽ കാണാൻ പറ്റുന്നുണ്ടോ. പിന്നെ ലാർജ് സ്കെയിൽ പിറ്റ് വൈപ്പർ, മലബാർ പിറ്റ് വൈപ്പർ. കുറെ ഇതിൽ കാട്ടിലുള്ള പാമ്പാണ്. ഇതിൽ മെയിൻ പറഞ്ഞ കാറ്റഗറിയിൽ കാട്ടിൽ കാണുന്ന ഇതാണ്. ഓക്കെ, പിന്നെ ബാംബു പിറ്റ് വൈപ്പർ, ആൻഡമാൻ പിറ്റ് വൈപ്പർ. ദീസ് ആർ ഓൾസോ സം ഓഫ് ദി കോമൺ സ്നേക്സ് നമ്മുടെ നാട്ടിൽ കേരളയിലെ വെസ്റ്റേൺ ഘാട്സിൽ കാണാൻ പറ്റുന്ന പാമ്പാണ്. പിന്നെ ഇതിൽ ഫേമസ് ആണ് ആനമലൈ പിറ്റ് വൈപ്പർ ഓൾസോ. ഇത് കാട്ടിൽ കിട്ടുന്ന ഒരു പാമ്പാണ്. പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ട് പിങ്ക് കോബ്ര. നമ്മുടെ നാട്ടിലത്തെ മോസ്റ്റ് കേരള പ്രിവിലേജ് നമ്മുടെ നാട്ടിലെ വെസ്റ്റേൺ ഘാട്സിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു പാമ്പാണ്. ഓഫിയോഫാഗസ് ഹാന. ഈ പേരാണ് അവര് ശ്രദ്ധിക്കേണ്ടത്. ഓഫിയോഫാഗസ് പറഞ്ഞാല് സ്നേക്ക് ഈറ്റ്. ഇതിന്റെ മേജർ ആയിട്ട് കഴിക്കുന്നത് പാമ്പിനെയാണ് കഴിക്കുക. ഇത് ഒരു പെർഫെക്റ്റ്ലി പാക്ഡ് മീൽ പറഞ്ഞ പോലെ ഇത് കോമൺ ആയിട്ട് കാണും. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞാല് ഇത് ഒരു കോബ്ര അല്ല കേട്ടോ. ദിസ് ഇസ് നോട്ട് എ ട്രൂ കോബ്ര. ട്രൂ കോബ്ര കാറ്റഗറി അത് ജനറ്റിക് സ്റ്റഡി നോക്കിയപ്പോൾ കണ്ടപ്പോ അത് കണ്ടുപിടിച്ചു. ജസ്റ്റ് ഒരു ഹുഡ് ഉണ്ട്, പക്ഷെ സാധാരണ പാമ്പ് മൂർഖന്റെ പോലെ ഹുഡ് അല്ല. ഇത് എലോങ്ങേറ്റഡ് ഹുഡാണ്, നല്ലതായിട്ട്.
ഓൾമോസ്റ്റ് 18 ഫീറ്റ് ലോങ് ഇത് വളർന്നു വരും. വൺ ഓഫ് ദി ഏറ്റവും വെനമസ് സ്നേക്ക്, ലോങ്സ്റ്റ് സ്നേക്ക് ആണ് നമ്മുടെ നാട്ടിലെ കിങ് കോബ്ര. അത് 6-7 അടി നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റും അതിന്. അത്ര സ്ട്രെങ്ത് ഉള്ള പാമ്പാണ്. ഇതിന്റെ കടി വെരി ഫേറ്റൽ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 20 ആൾക്കാരെ ഒരു ബൈറ്റിൽ 20 ആൾക്കാർ ചാവും. ഒരു ആനനെ കൊല്ലാൻ പറ്റും. 20 ആൾക്കാർ ഒരു ബൈറ്റില് ഫേറ്റലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിന്റെ വെനം. അപ്പൊ ഇതിന് ഈ കിങ് കോബ്രയാണ് ഇപ്പൊ എന്തായി പറഞ്ഞത്, നമ്മുടെ ഫേമസ് ആയിട്ട് വെസ്റ്റേൺ, നമ്മുടെ മലേഷ്യ, ബർമ ആ സൈഡ് തുടങ്ങിയിട്ട് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് കംപ്ലീറ്റ് ഉള്ള ഈ പാമ്പ് നമ്മുടെ അവൈലബിൾ ആണ്. ശ്രീലങ്ക വരെ ഉണ്ട്. ഇപ്പൊ എന്തായി പറഞ്ഞിരിക്കണ ഈ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് ഓരോ റീജിയനിലും ഈ സ്നേക്ക് കടിച്ചാല് അതിന്റെ ആന്റി വെനം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നില്ല. അത് കാരണമാണ് ഇപ്പോ ഇന്ത്യ അപ്പൊ ഈ കിങ് കോബ്ര 4 കാറ്റഗറി ആക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു പാമ്പിനെ വെച്ചിട്ടുണ്ട്. ബാക്കി കുറെ ഓരോ ഡിഫറെന്റ് ഏരിയത്തെ പാമ്പിനെ വെച്ച് ഡിഫറെന്റ് കാറ്റഗറീസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഡിഫറെന്റ് കാറ്റഗറീസ് പാമ്പിന് സെപ്പറേറ്റ് ആയിട്ട് ആന്റി വെനം വേണം എന്നാണ് ഇപ്പൊ അവർ പറയണത്. ഒരു കോമൺ ആയിട്ട് കോമൺ ആയിട്ട് ആന്റി വെനം പിന്നെ വർക്ക് ചെയ്യില്ല. കുറച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും നല്ലൊരു കാര്യം എന്താ, കിങ് കോബ്ര സാധാരണ ആൾക്കാരെ അങ്ങനെ ഫെർട്ടിലിറ്റി കമ്മിയാണ്. സാധാരണ ആൾക്കാരെ മനുഷ്യന്മാരെ കടിക്കില്ല ഇത്. അത് അതിന്റെ വെനം വേസ്റ്റ് ആക്കില്ല. അതാണ് മെയിൻ ആയിട്ട് ഇതൊക്കെ. അപ്പൊ കിങ് കോബ്ര റെക്കോർഡിക്കൽ ബൈറ്റ് തന്നെ കുറച്ച് 5-6 ഉള്ളൂ. അത് 2-3 അറിയാണ്ട് ആൾക്കാർ അതിനെ പിടിക്കാൻ പോയിട്ടുള്ളതാണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ. കാരണം അത് അടി കിട്ടിയിട്ട് മരിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. ജനറലി ഹാംലെസ്, മനുഷ്യന്മാർക്ക് ഹാംലെസ് ആണ് കിങ് കോബ്ര. ജസ്റ്റ് മുട്ട വിരിയുന്ന സമയത്ത് ഇത് മുട്ടയിട്ടിട്ട് ഈ അമ്മ പാമ്പ് മുട്ടേനെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ കുറെ അത് വിരിയുന്നവരുടെ കൂടെ നിൽക്കും. ആ സമയത്ത് ആരും അതിന്റെ അടുത്ത് പോകാൻ പാടില്ല. അതൊക്കെയാണ് അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ കിങ് കോബ്രയുടെ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യാം. ഒരു കോബ്രയുടെ ഒരു വെനന്റെ കാര്യം, കോബ്രയുടെ ചെറിയ ഡിസ്റ്റിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ചിലപ്പോ കോബ്ര സ്നേക്സ് കടിച്ചാല് നമുക്ക് അത് ഡ്രൈ ബൈറ്റ് ആയിരിക്കും. എന്താ ഡ്രൈ ബൈറ്റ് പറഞ്ഞത്, നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ കടിക്കുന്നതിന്റെ അതിന് വിഷം ഇറക്കില്ല. അത് ഡ്രൈ ബൈറ്റ് പറയാം. ചിലപ്പോ നമ്മളെ കടിക്കുന്ന മുമ്പ് ഇന്ന ഏരിയയിലോ തവളേനെ കടിച്ചാൽ അതിന് അങ്ങനെ വെനം അത് ചെലവാക്കിയിട്ടുണ്ടാവും. അപ്പൊ ജനറലി ഒരു കോബ്ര കടിച്ചാല് ഇറ്റ്സ് എ ഡ്രൈ ബൈറ്റ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമുക്ക് സർവൈവൽ ചാൻസ് ഉണ്ട്. അപ്പൊ ഏത് പാമ്പ് കടിച്ചാലും, പാമ്പ് കടിച്ച ആൾക്കാരും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ അത്ര എളുപ്പം കാര്യമല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, അപ്പൊ എന്തായാലും ഡോക്ടർ ഹോസ്പിറ്റലിൽ എത്തിക്കണം നമ്മള്. അതൊരു ജനറൽ ആണ്. ഒരു പാമ്പ് കടിച്ചാൽ എന്താ മെയിൻ ആയിട്ട് വേണ്ടത്, ജനറൽ ആയിട്ട് കുറെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു പ്രൊസീജിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആദ്യം പാമ്പ് കടിച്ചാൽ ഒരു ജനറൽ കംഫർട്ടബിൾ ആക്കാൻ നോക്കുക, ഒന്ന് പറഞ്ഞു നോക്കുക വിഷമുള്ള പാമ്പല്ല. ബിക്കോസ് ആങ്സൈറ്റി നമ്മുടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആങ്സൈറ്റി വന്നാൽ എവറിത്തിങ് ബോഡിയുടെ സ്പീഡ് പോകും. അതാണ് നെർവ് സിഗ്നൽസ്, ബ്ലഡിന്റെ സിഗ്നൽസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഹലോ, ബാക്ക്ഗ്രൗണ്ട് ക്ലോസ് യുവർ പ്ലീസ്. ഹലോ ഹലോ, ഒന്ന് വോല്യൂം സൗണ്ട്. ജാബിർ പ്ലീസ് ഒന്ന് പറയൂ. താങ്ക് യു. അതെ പറയാം. അപ്പൊ ഈ കോബ്ര വെനന്റെ എങ്ങനെ കാര്യം, അപ്പൊ സോ വാട്ട് ഹാപ്പൻസ്, ഈ വെനന്റെ കാര്യം ഞാൻ പറഞ്ഞു. സോ ഇത് മിസ് ആയില്ലേ, എവിടെ നിർത്തിയത്? ഓക്കെ, അത് ബൈറ്റ് ഉണ്ട് അല്ലെ, ബൈറ്റിന്റെ കാര്യം പറഞ്ഞാൽ ഓക്കെ ഫൈൻ. അപ്പൊ അതാണ് കാര്യം. സോ ഡ്രൈ ബൈറ്റ് പറഞ്ഞാൽ കൺസെപ്റ്റ് കോബ്ര ജനറലി ഉണ്ടാവും. അപ്പൊ അത് നിർബന്ധമില്ല, ഡോക്ടറിനെ പെർഫെക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ ജനറലി സോ വാട്ട് ഹാപ്പൻസ്, എനി സ്നേക്ക് ബൈറ്റ് വിത്തിൻ 1 hour എത്തിക്കാൻ നോക്കാം ആസ്പത്രിയിൽ. ഒന്നും ചോദിക്കാന്നില്ല, ഡോക്ടറുടെ ആദ്യം പേഷ്യൻസിനെ ഒന്ന് റിലാക്സ് ആക്കാൻ നോക്കുക വീട്ടിൽ. പിന്നെ റീഅഷ്യൂർ ചെയ്യാം. പിന്നെ അത് മൊബിലൈസ് ചെയ്യാം. നമ്മുടെ ഒരു പാമ്പ് കടിച്ച സ്ഥലത്ത് അതിനെ ഒന്നും ചെയ്യാണ്ട് നോക്കുക. അതിനെ പ്രത്യേക മുറിച്ചുക, വിഷം മുറിക്കുക, വായ കൊണ്ട് പണ്ടെല്ലാം പറയും വിഷം വലിച്ചാൽ അതൊന്നും പറ്റില്ല. ഹലോ, ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ക്ലോസ് ചെയ്യൂ പ്ലീസ്. ആരും ഫോൺ ആണ്. ഹലോ, ഓക്കെ ഫൈൻ.
ഇത് നമുക്ക് വേഗം ഏറ്റവും പറ്റുന്ന ആസ്പത്രിയിൽ കൊണ്ടുപോകണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എത്ര പറ്റും നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റൽ. പിന്നെ ഡോക്ടേഴ്സിന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ചിലപ്പോൾ പേഷ്യൻസിന് പറയാൻ പറ്റിയില്ലെങ്കിൽ കൂടുതൽ ആളുകൾ പറയാം. നമുക്ക് പേഷ്യൻസ് പറഞ്ഞാൽ അത്രയും നല്ലതാണ്. പേഷ്യൻസ് പറയണം എന്തൊക്കെയാണ് കണ്ണ് ബ്ലറിങ് ഉണ്ടോ, ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടോ, പെയിന്റെ കാര്യം പറയാം. ഈ കുറെ കാര്യം മാക്സിമം പേഷ്യൻസിനെ ആദ്യം നമ്മൾ റിലാക്സ് ആക്കാൻ നോക്കണം. പ്രശ്നമില്ല, വിഷം ഉറങ്ങിയിട്ടുണ്ടാവില്ല പറയുമ്പോൾ ഡോക്ടേഴ്സിനെ കാണാൻ ബാക്കി ഡോക്ടേഴ്സ് ചെയ്തോളൂ. എന്താ ഡോക്ടറിന് അറിയാം ബാക്കി എന്താ ചെയ്യേണ്ടത്. അതാണ് വരേണ്ട കാര്യം. ഓക്കെ. പിന്നെ അടുത്ത കുറച്ച് ഡെഡ്ലി സ്നേക്ക് സീരിയസ് ആയിട്ട് നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കുന്ന പാമ്പാണ് കടൽ പാമ്പ്. കോറൽ സ്നേക്സ് മെയിൻ ആയിട്ട് പറയാം. ഇതെന്താ പറഞ്ഞാൽ ഈ കോറൽ സ്നേക്കിന്റെ അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞാൽ അത് സാധാരണ മനുഷ്യന്മാരെ കടിക്കില്ല. അതിന്റെ അതാണ് ഈവൻ ദോ ഏറ്റവും ഡെഡ്ലി ആയ ടോക്സിൻ വെനം, ഏറ്റവും അധികം ടോക്സിൻ ഉള്ള വെനമാണ്. ബിക്കോസ് കടലിലുള്ള ഒരു മീനിനെ പിടിച്ചാൽ ദൂരേക്ക് പോകാൻ പാടില്ലല്ലോ, അപ്പോൾ ഇമ്മീഡിയറ്റ്ലി എഫക്ട് ചെയ്യും. അതുകൊണ്ട് ഇത്ര പക്ഷേ സാധാരണ ഇത് ചെറിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കടൽ പാമ്പനം കരയിൽ വരുന്ന മുട്ടയിടാന്. അതാണ്. അപ്പൊ ഈ മുട്ട ആ സമയത്ത് അറിയാണ്ട് ആരും കടിക്കാൻ ചവിട്ടിയോ തട്ടി അത് കടിക്കും. അങ്ങനത്തെ റെക്കോർഡിക്കലൊന്നും ഇല്ല. എന്നാലും ദേ ആർ മച്ച് മോർ ഡേഞ്ചറസ് ഇൻ ദി ലാൻഡ് സ്നേക്സ്. അതാണ് മെയിൻ ആയിട്ട് അറിയേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് നോൺ വെനമസ് സ്നേക്ക്. നമ്മൾ വലിയ ലിസ്റ്റ് ഉണ്ട്, നമുക്ക് അറിയാലോ കുറെ കാണാൻ. ഇന്ത്യൻ റാറ്റ് സ്നേക്ക്, ചീരപ്പാമ്പ്, റോക്ക് പൈഥാൻ, മലമ്പാമ്പ്, കീൽ ബാഗ്സ് വെള്ളപ്പാമ്പ്, വുൾഫ് സ്നേക്ക് ചുവര് പാമ്പ്, വേലിപ്പാമ്പ് പോലെ. അതേപോലെ കാറ്റ് സ്നേക്കും പൂച്ചക്കണ്ണൻ പാമ്പ് പറയും. മൈൻ സ്നേക്ക് അറിയാലോ, പച്ചലക്കുത്തി. പിന്നെ സാൻബൂവ, എർത്തത്തരയൻ അത് പേരുള്ളത്. ഷീൽഡ് കവച വാലൻ ഉണ്ട്. റിങ്കറ്റ് സ്നേക്കും അതേപോലെ നോൺ വെജ് സ്നേക്കാണ്. നമ്മളിത് വീട്ടിലൊക്കെ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെ, പക്ഷേ അത് പല്ലീനെയും എലീനെയും തവളേനെയും കഴിക്കാൻ വരുന്നതാണ് ഈ പാമ്പലം. ഓക്കെ. ഓക്കെ. ഇത് ചില ഫോട്ടോസ് ആണ്. റാറ്റ് സ്നേക്ക്, വുൾഫ് സ്നേക്ക്, സാൻബൂവ, പിന്നെ റോക്ക് പൈഥാൻ, കാറ്റ് സ്നേക്ക്, ഷീൽഡ് പേജ്, കീൽബാക്ക്, വൈൻ സ്നേക്ക്, ക്രിക്കറ്റ് സ്നേക്ക്. ഓക്കെ. അതാണ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്താ അറിയേണ്ടത്. സോ ഈ നോൺ വെനമസ് സ്നേക്ക് ജനറലി എന്താണ് പറഞ്ഞാൽ ബിഗർ ദി സൈസ്. സാധാരണ ഒരു നോൺ ചെറിയ ഏരിയന് ആ കാറ്റഗറീസ് ആഹാരം കഴിക്കുള്ളൂ. പക്ഷെ വ്യത്യാസമായിട്ട് നമ്മുടെ പൈഥാനാണ്. പൈഥാൻ ഈസ് എ കൺസ്ട്രിക്ടർ, വിച്ച് മീൻസ് ഒരു വിക്കിനെ കിട്ടിയത് ചുറ്റിയിട്ട് അതിനെ ഹോൾഡ് ചെയ്തിട്ട് അതിനെ ശ്വാസം എടുക്കാൻ സമ്മതിക്കില്ല. അതാണ് ഈസ് എ കൺസ്ട്രിക്ടേഴ്സ്. ഈ നോൺ വെനമസ് സ്നേക്ക് ഏറ്റവും ഫേമസ് ആണ് നമ്മുടെ പൈഥാൻ. അത് ഇന്ത്യൻ റോക്ക് പൈഥാൻ ആണ്. അതേപോലെ പിന്നെ അതേപോലെ റെറ്റിക്കുലേറ്റഡ് പൈഥാൻ ആണ്. 2 പാമ്പാണ് നമ്മുടെ നാട്ടില്. റോക്ക് പൈഥാൻസ്, മലമ്പാമ്പ്. അതിൽ ഒന്ന് റോക്ക് പൈഥാൻ, റെറ്റിക്കുലേറ്റഡ് പൈഥാൻ. റെറ്റിക്കുലേറ്റഡ് നമ്മുടെ നാട്ടിലില്ല. ഐ തിങ്ക് ആസാം സൈഡിൽ എവിടെയാണ് കുറച്ച് ഉണ്ടാവുക. ഹിമാലയൻ സൈഡിലാണ് മെയിൻ ആയിട്ട് കിട്ടുക. അപ്പൊ റോക്ക് പൈഥാൻ രക്ഷപ്പെടാൻ ഒരു പ്രാവശ്യം നമ്മൾ പിടിച്ചാൽ രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു പ്രാവശ്യം നമ്മൾ കോയിൽ ചെയ്താൽ നമുക്ക് ഒന്നും ചെയ്യാൻ സമയത്ത് നമ്മുടെ റിബ്സിനെ പൊട്ടു കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര ശ്വാസം മേലെ വലിക്കും അത്രയും ബോഡി നമ്മൾ ടൈറ്റ് ആക്കും. അതാണ് കാര്യം. രക്ഷപ്പെടാൻ ഒരു വഴിയല്ലോ, അതിനെ തിരിച്ച് കടിച്ചാൽ മതി. നമ്മൾ കടിക്കണം പാമ്പിനെ, അതേ ഒരു ചാൻസ് ഉള്ളൂ. പറ്റില്ല, നമുക്കൊന്നും ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ നമുക്ക് കൂടെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ റോൾ ചെയ്തിട്ട് തലയും വാലും എടുത്തിട്ട് രക്ഷപ്പെടുത്താനേ ഉള്ളൂ. എന്നാലും അത് സൂപ്പർ സ്ട്രെങ്ത് ഉള്ള സാധനമാണ് ഈ പാമ്പ്. ഓക്കെ. പിന്നെ നമ്മുടെ ലക്കി ഇതായിട്ട് നമ്മുടെ നാട്ടില് അടുത്ത ലിസ്റ്റ് ഓഫ് പാമ്പ് നമ്മുടെ കുറച്ച് ഡെഡ്ലി സ്നേക്സ് കാറ്റഗറി അക്രോസ് ദ വേൾഡ് ആണ്. നമുക്കറിയാലോ ആനക്കോണ്ട ഉണ്ട്, അത് ഗ്രീൻ ആനക്കോണ്ട. അവരുടെ ഇതില് അമേസോൺ കാട്ടില് അമേസോൺ റിവറിൽ കാണുന്നത് ഇതാണ് മോസ്റ്റ് ബിഗസ്റ്റ് ഏറ്റവും ഡെഡ്ലിയസ്റ്റ് സ്നേക്ക് ഇത് ആനക്കോണ്ട. പിന്നെ ബാക്കിയാണ് ഇതൊക്കെയാണ് പോയിസണസ് സ്നേക്സ് ആണ്. മെയിൻലി എവിടെയാണ് ഓസ്ട്രേലിയ, അമേരിക്കയുടെ ഡെസേർട്ട് ഏരിയയിലും പിന്നെ ആഫ്രിക്ക ആൻഡ് അമേസോൺ ഫോറസ്റ്റ് മോസ്റ്റ് ചില പാമ്പാണ്. ഇത് റെഡ് ബെറിഡ് ബാഗ് സ്നേക്ക്, വെരി ഡേഞ്ചറസ്. പിന്നെ ബോറോങ് ആസ്പ് പറയും. ആസ് പറഞ്ഞ പക്ഷെ നിങ്ങളുടെ പണ്ട് ക്ലിയോപാട്രയുടെ കഥ കേട്ടിട്ടുണ്ടാവും. ക്ലിയോപാട്ര ലാസ്റ്റില് സൂയിസൈഡ് ചെയ്യാൻ പാമ്പ് കടിച്ചിട്ടില്ല. അത് ഈ പാമ്പിനെ ഉപയോഗിച്ചത് പറയേണ്ടവര് ആസ്പ് പറഞ്ഞിട്ട്. ഓക്കെ. ദെൻ ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക ഏറ്റവും ഡേഞ്ചറസ് സ്നേക്ക് ആണ് ബ്ലാക്ക് മാമ്പ. വെരി ഡേഞ്ചറസ്. ഇതിന് കടി കിട്ടിയാൽ സർവൈവൽ ചാൻസ് അത്രയും കമ്മിയാണ്. തീരെ സമയം കിട്ടിയാൽ നമുക്ക് ഇത് ചെയ്യാൻ. പിന്നെ ബൂം സ്ലാങ് വെരി ഫേമസ് സ്നേക്ക് ആണ്. വെരി ഡെഡ്ലി, വെരി പോയിസണസ്. പിന്നെ ഇൻലാൻഡ് ടൈപ്പാൻ, ദിസ് ഓൾസോ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ഡെഡ്ലിയസ്റ്റ് സ്നേക്സ് ലോകത്തിൽ ആണ്. അത് ഇൻലാൻഡ് ടൈപ്പാൻ പറയുന്നത്. പിന്നെ ബ്ലാക്ക് ടൈഗർ സ്നേക്ക് ഉണ്ട്, ഇറ്റ്സ് വെരി ഫേമസ്. ഓക്കെ. അതൊക്കെയാണ് കോമൺ ആയിട്ടുണ്ട് സ്നേക്സിന്റെ ഡെഡ്ലി സ്നേക്ക്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് കൺക്ലൂഷൻ വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ പാമ്പ് വന്നാൽ ആദ്യം
അതിന് എന്താ ചെയ്യണം കാരണം പാനിക് ആവോ ശരിയാണ് പെട്ടെന്ന് ബഹളമെല്ലാവും. അറ്റ്ലീസ്റ്റ് ഒരാള് പാമ്പിനെ നോക്കിയിരിക്കണം, അടുത്ത ആള് ഒരു ഫോൺ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ലോക്കൽ ഏരിയത്തെ റാപ്പിഡ് റെസ്പോൺസ് ടീം RRT ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരാണ്, അവിടുത്തെ നമ്പർ എല്ലാവരുടെ ഫോണിൽ ഉണ്ടാവണം. പിന്നെ ഒരു പാമ്പിനെ കണ്ടാൽ നിങ്ങൾ സർപ്പ പറഞ്ഞ ആപ്സ് കേരള ഗവൺമെന്റ് ഇറക്കിയ ആപ്സ് ആണ്. സ്നേക്ക് അവയർനെസ് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ഇതാണ്. നിങ്ങൾ ഒന്നുമില്ല, ഫസ്റ്റ് പോയിട്ട് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാനായിട്ട് 1 ടൈം ലോഗിൻ ആണ്. പിന്നെ ഒരു പാമ്പിനെ കണ്ടാൽ ഫസ്റ്റ് റിപ്പോർട്ട് സ്നേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇൻസൈഡ് ഹൗസ് ഔട്ട്സൈഡ് കൊടുത്ത് നിങ്ങൾ ഓക്കെ സെൻഡ് കൊടുത്താൽ ഇമീഡിയറ്റ്ലി നിങ്ങൾക്ക് ഒരു ഏറ്റവും അടുത്തുള്ള ആളുടെ പേരും ഫോൺ നമ്പറും ഉണ്ട്. ഇല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ അപ്പത്തെ മെസ്സേജ് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ എന്താ മെയിൻ ആയിട്ട് ചെയ്യുന്നത്, നിങ്ങൾ RRTയുടെ നമ്പർ നിങ്ങളുടെ ഫോണിൽ ഉണ്ടാവണം. വീട്ടിലത്തെ എല്ലാവരും അറിയിക്കുക. ഒരു പാമ്പിനെ കണ്ട ഒരാളെ ധൈര്യമുള്ള ആൾ നോക്കി നിൽക്കുക, വീടിനുള്ളിലാണെങ്കിൽ സ്പെഷ്യലി. കണ്ണ് തെറ്റിയാൽ പാമ്പ് പോവും, അതാ പറയട്ടെ. കണ്ണ് തെറ്റിയാൽ പാമ്പ് പോവും. സോ സംബഡി ഹാസ് ടു കുറച്ച് ദൂരെ നിന്നിട്ട് ഒന്ന് കെയർഫുൾ ആയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തിട്ട് ആപ്പുണ്ടെങ്കിൽ പിന്നെ RRTയുടെ നമ്പർ ആവശ്യമില്ലല്ലോ. അതിൻ്റെ അകത്ത് ഓൾറെഡി ഓരോ ജില്ലയിലെ അതായത് ഫെസിലിറ്റേറ്റർമാരുടെയും അതിൻ്റെ അകത്തുള്ള തൊട്ടടുത്തുള്ള റെസ്ക്യൂർമാരുടെയും നമ്പർ അതിൻ്റെ അകത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ എല്ലാവരും എല്ലാ സ്ഥലവും അവൈലബിൾ, എല്ലാവരും വോളണ്ടിയേഴ്സ് ആണ്, പെർമനന്റ് ആൾക്കാരല്ല കേട്ടോ. കോർഡിനേറ്റേഴ്സ് ഉണ്ട്. കോർഡിനേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. കോർഡിനേറ്റേഴ്സ് വരുന്നത് അതായത് ജില്ലയിലെ സോഷ്യൽ ഫോറസ്റ്റിലെ ഓഫീസേഴ്സ് ആണ്. വെരി ട്രൂ, വെരി ട്രൂ. ബട്ട് എത്ര ആൾക്കാരുടെ ഫോണിൽ സർപ്പ ഇല്ലാത്തതാണ് മെയിൻ ആയിട്ട്. RRT is a better option. ഇമീഡിയറ്റ്ലി ഒരു ആക്ഷൻ എടുക്കുക. ഇമീഡിയറ്റ്ലി ലോക്കൽ ആൾക്കാരെ അറിയിച്ചിട്ട് നമ്മുടെ എല്ലാവർക്കും നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സ്നേക് സർപ്പയുടെ വാട്സ്ആപ്പ്, അത് നമുക്ക് എല്ലാവരും അറിയിക്കേണ്ടത്. അതാണ് മെൻഷൻ. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ഈ സർപ്പ ആപ്സിൽ കയറിയാൽ കുറെ സ്നേക്സ് കാറ്റഗറി ഗൈഡ്സ് എല്ലാം ഉണ്ട്. എന്തൊക്കെ ലിസ്റ്റിന്റെ ആസ്പത്രി എവിടെയൊക്കെ ഏതൊക്കെ ആസ്പത്രി നിങ്ങൾക്ക് പോയിട്ട് കാണാൻ, ഓരോ റീജിയൻ ഓരോ ജില്ലയത്തെ ആസ്പത്രിയും ഡോക്ടേഴ്സും ഫുൾ ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിന് കഴിച്ച പാമ്പിന്റെ കുറെ കാറ്റഗറീസ് ഉണ്ട്. അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത്. എല്ലാവരും മൊബൈലില് സർപ്പാണെങ്കിൽ എന്തായാലും നല്ലതാണ്. ജസ്റ്റ് ഫോട്ടോ കൊടുത്ത് ലൊക്കേഷൻ കൊടുത്ത് ഓട്ടോമാറ്റിക് ആൾക്കാരെ കോൺടാക്ട് ചെയ്യും. പിന്നെ ഫേമസ് ബുക്കാണിത്. നമ്മുടെ കുറെ ഇന്ത്യൻ സയന്റിസ്റ്റും ഹെർപ്പറ്റോളജിസ്റ്റും എല്ലാം ഉണ്ടാക്കിയ ഒരു ബുക്കാണ്. സ്നേക്ക് അതിനെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇതിൽ ഫേമസ് ആയിട്ട് മിസ്റ്റർ സന്ദീപ് ദാസ് ഉണ്ട്. ഈ സന്ദീപ് ദാസ് ആണ് എനിക്ക് ഈ പ്രസന്റേഷൻ ചെയ്യാനൊരു സൗകര്യം തന്നിരിക്കുകയാണ്. സിൻസിയർലി താങ്ക്സ് ടു മിസ്റ്റർ സന്ദീപ് ദാസ്. അതൊക്കെയാണ് കാര്യം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് എന്ത് സംശയം ചോദിക്കാനേ. ഓക്കെ സർ, ഇത്രയും നേരം വളരെ വിദഗ്ധമായി സർ ക്ലാസ് എടുത്തു. സോ ഇനി നമുക്ക് Q&A സെഷൻ ആണ്. ഇത്രയും നേരം നമ്മൾ ക്ലാസ് കേട്ടതിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും അതുപോലെ നിങ്ങളുടെ ആശയങ്ങളും ഒക്കെ ഇനി പങ്കുവയ്ക്കാം. സംശയം ഉണ്ടോ ചോദിക്കാനേ ഉള്ളൂ. ഞാൻ പറ്റിയ ആൻസർ റിപ്ലൈ തരാറുണ്ട്. പെട്ടെന്ന് നമുക്ക് പാമ്പിനെ കാണുമ്പോൾ തോന്നുന്ന മനസ്സിലെ ഒരു ഭയം ഇല്ലാതാക്കാൻ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഭയം അത് നാച്ചുറൽ ആണ്. പാമ്പിന്റെ പ്രശ്നം എന്താ പറയുന്നത്, പെട്ടെന്ന് കാണുകയാണ്. ഇറ്റ് ഡസന്റ് ലൈക്ക് വാതിൽ മുട്ടിയിട്ട് അത് ഉള്ളിൽ കയറില്ല പാമ്പ്. അതാണ് പ്രശ്നം. സാധാരണ നിങ്ങൾ എന്റെ വീട്ടിൽ പണിയെടുക്കുകയാണ്, വിറകന്റെ ചോട്ടില് ഒരു പാത്രം എടുക്കുമ്പോ ബക്കറ്റിന്റെ ബാക്കില് അങ്ങനത്തെ സ്ഥലത്താ പാമ്പ് ജനറലി നമ്മള് കണ്ണ് വെട്ടിയിട്ട് ഒളിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. എന്താ വീട്ടിൽ പാമ്പ് വരെ ഒന്ന് രണ്ട് കേസസ് എന്താണ് പറയുന്നത്. ഒന്ന്, നമ്മുടെ വീട്ടിൽ ചുറ്റുപാട് ക്ലീൻ ആക്കി വെക്കണം. ആഹാരം ഉണ്ടെങ്കിൽ എലി വരും, എലി വന്നാൽ പാമ്പ് വരും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. ഒന്ന് ജനറൽ ക്ലീൻ. പിന്നെ കുറെ ക്ലൈമറ്റ് പോലെ നമ്മുടെ വിറകേണ്ടത് തണുപ്പ് കിട്ടാൻ വരും. ഗാർഡനുള്ള വീഴ്ചയിലായാലും ചട്ടിലെ ചോട്ടിലും ഉണ്ടാവും. അതായത് ചൂട് അധികമുള്ളപ്പോൾ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന കാര്യം. അപ്പൊ കുറച്ച് ചെറിയ പ്രിക്കോഷൻ ഇങ്ങനെ എടുക്കണം. എലി വരാണ്ട് നോക്കുക. തവള എന്ന മഴക്കാലത്ത് തവള വരിക, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എലി ഇല്ലാണ്ട് നോക്കുക. എലി ആണെങ്കിൽ അത് ഏറ്റവും എഫക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും എഫക്റ്റീവ് ഫുഡാണ്. അതിന് ഏറ്റവും അധികം കിട്ടുന്ന ഫുഡാണ്. അപ്പൊ കുറച്ച് വീട്ടില് ഇപ്പൊ ഈ ഭയം മാറ്റുന്ന ഒരു നാച്ചുറൽ തിങ് പറഞ്ഞാൽ കുറച്ച് നിങ്ങൾ സത്യം ഞാൻ എങ്ങനെ ഭയം മാറ്റിയത്, കുറെ വർഷം മുമ്പ് ഞാൻ പാലക്കാട് മലമ്പുഴ ഇവിടെ പോയിട്ട് മലമ്പുഴ സ്നേക്ക് പാർക്ക് പോയിട്ട് ആ ദിവസം എന്നെ പാമ്പിനെ തൊടാൻ സമ്മതിച്ചു. ഒരു പാമ്പിനെ സ്നേക്ക് തൊട്ടപ്പോ എനിക്ക് മനസ്സിലായി അങ്ങനെ പറയുന്ന പോലെ അങ്ങനെ സ്ലൈമിയോ വഴുക്കുന്ന സാധനം ഒന്നുമല്ല. വെരി മസ്കുലർ. അതാണ് എനിക്ക് ധൈര്യം തന്നത്, പാമ്പിനെ എനിക്ക് പിടിക്കാൻ, അത് ക്യാപ്ചർ ചെയ്യാനും. അതാണ് മെയിൻ ആയിട്ട്. ഞാനിപ്പോ സ്നേക്ക് റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോൾ
സാധാരണ പാമ്പിനെ തൊടില്ല, മാക്സിമം തൊടാണ്ടേ ചെയ്യുക. പക്ഷെ ചേര പാമ്പിനെ ഓടുന്ന കാരണം അതിനെ പിടിക്കേണ്ടി വരും. അതാണ് മാക്സിമം പാമ്പിനെ പിടിക്കാതെ ഇത് ചെയ്യാണ്ട് തൊടാണ്ട് തന്നെ ചെയ്യും. പക്ഷെ എല്ലാവരും ഒരു എക്സ്പീരിയൻസ് പോലെ ആരെങ്കിലും ഒന്ന് തൊട്ട് നോക്കണുണ്ടോ പാമ്പിനെ? അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ചില പാമ്പ് പക്ഷെ ഒരു പ്രോമിസിലെ ചേര പാമ്പെല്ലാം അത് ഹോർമോൺസ് റിലീസ് ചെയ്ത കാരണം സ്മെല്ല് കയ്യിൽ വരും. അതൊക്കെ ഉണ്ട്. ഓക്കെ, പേടി മാറ്റണമെങ്കിൽ കുറച്ച് ധൈര്യം നിങ്ങൾ കാണിക്കണം. നിങ്ങളുടെ സൈഡിന് കുറച്ച് ദൂരം നിൽക്കുക. പാമ്പിനെ കണ്ടതും ഇനീഷ്യൽ പാനിക് എല്ലാവർക്കും ഉണ്ടാവും. അത് പെട്ടെന്ന് നമുക്കും ഉണ്ടാവുമല്ലോ. വീട് വാൾ തുറന്നു സഡൻലി പാമ്പിനെ എല്ലാവരും ജസ്റ്റ് ഒരു 2 സ്റ്റെപ്പ് പിന്നാലേക്ക് നിൽക്കുക. ഒരു അങ്ങനെ അണലിനെ വിട്ടിട്ട് ബാക്കി ഒരു പാമ്പിനെ മേലെ ചാടി കയറി കളിക്കില്ല. ബാക്കിയെല്ലാം ജനറലി അവോയ്ഡ് ചെയ്യും നമ്മൾ. സോ മാക്സിമം എന്താ ചെയ്യാൻ 2 സ്റ്റെപ്പ് ബാക്ക് നിന്നിട്ട് ആരെയും വിളിക്കാൻ നോക്കുക. അത് ചെയ്യാൻ മതി. അങ്ങനെ ട്രൈ ചെയ്യും. Okay, sir. Thank you for the explanation. ഡോക്ടർ ജോൺ, ഹലോ ഹലോ. ആരെയുണ്ട് അതിന് പറയാനെന്ന് ചോദിക്കാനുണ്ടോ? ഡോക്ടർ ജോൺ അവർക്ക് ഇംഗ്ലീഷിൽ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറ്റിയ സമയത്തോടെ അവർക്ക് ചെയ്ത് കൊടുക്കാൻ നെക്സ്റ്റ് ടൈം. സാറേ, ഈ പാമ്പുകൾ വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ഇപ്പോ വീടിന്റെ പരിസരത്ത് എന്തെങ്കിലും തളിക്കാനുള്ള വല്ല മെറ്റീരിയൽസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല പ്ലീസ്. അങ്ങനത്തെ സ്പെഷ്യൽ മെറ്റീരിയൽസ് ഒന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വീട്ടിന് ചുറ്റും വെളുത്തുള്ളിയോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ മണ്ണെണ്ണ ഇടാണ്ട് നോക്കുക പ്ലീസ്. മണ്ണെണ്ണ ഉപയോഗിക്കാണ്ട് നോക്കുക. അത് ബോഡിയിൽ തട്ടിയത് ഭയങ്കര നമുക്ക് നമ്മുടെ മേലെ ആസിഡ് ഇടുന്ന പോലെയാണ്. വീട്ടിൽ ചുറ്റും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ആക്ച്വലി. നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതാണ് മെയിൻ ആയിട്ട്. ഫുഡ് എരി വരാണ്ട് നോക്കും, കുറെ പ്രോബ്ലം സോൾവ് ആവും. പിന്നെ ബാക്കി ഷെയർ വരും എന്തായാലും. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തിനാ നമ്മുടെ വീട്ടിൽ പാമ്പ് വരുന്ന ചോദ്യമല്ലേ? അതെ മെയിൻ ആയിട്ട് സാർ മഹേഷ് സാർ പറയണേ. ശരിയല്ലേ? ഓക്കെ, ശരി, കറക്റ്റ്. അതാ ശരി. എന്തിനാ നമ്മുടെ വീട്ടിലെ പാമ്പ് വരുന്നത്? അത് ചോദ്യം തെറ്റല്ലേ? നമ്മളല്ലേ അവരുടെ സ്ഥലത്തുള്ളത്, അവരുടെ സ്ഥലത്ത് നമ്മൾ വീടുണ്ടാക്കി. സോ ദാറ്റ്സ് ദ മെയിൻ തിങ്. സോ വി ആർ ഇൻ देयर ഹൗസ്. അതാണ് പ്രശ്നം. അത് നമ്മുടെ വീട്ടിലാണ്, നമ്മൾ അവരുടെ വീട്ടിലാണ്. അവരുടെ സ്ഥലം കുറച്ച് കമ്മി ആയിക്കൊണ്ട് അവർക്ക് പോകാൻ സ്ഥലമില്ല ഇപ്പൊ. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് റെസിഡൻഷ്യൽ ഏരിയ പാമ്പ് കിട്ടാൻ ഒരു റീസൺ അത് തന്നെയാണ്. നമ്മൾ പറയാനേ പാടില്ല പാമ്പ് നമ്മുടെ വീട്ടിൽ വരുന്നു, പറയാനേ പാടില്ല നമ്മൾ അവരുടെ വീട്ടിലാണ്. അതാണ് മെയിൻ ആയിട്ട്. നൈസ് ക്വസ്റ്റ്യൻ സർ. താങ്ക് യു മഹേഷ്. നല്ല ചോദ്യമായിരുന്നു. പക്ഷേ കുറെ ആൾക്കാരുണ്ടല്ലോ, 40 ആൾക്കാരുണ്ടല്ലോ. ആരും എനിമൽ ക്വസ്റ്റ്യൻസ് പ്ലീസ്. എന്റെ സൂപ്പർസ്റ്റിഷ്യൻസ് അല്ല. പിന്നെ അത് ചേർന്ന് ഞാൻ പറയാമല്ലോ, പാമ്പിനെ ആരും സ്പെസിഫിക് ചെയ്യില്ല. പാമ്പിന് നാഗമണി അങ്ങനെ ഒന്നും ഇല്ല പ്ലീസ്. ഫിലിമിനെ കാണിക്കുന്ന പോലെ പാമ്പ് ചില സ്ത്രീകളിനെ മാത്രമേ കടിക്കൂ, അങ്ങനെ ഒന്നും കാല് ചുറ്റും അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പാമ്പിനെ മേലെ കാല് വെച്ചാൽ ചുറ്റാൻ രക്ഷപ്പെടുമ്പോൾ കാല് തട്ടുകയാണ്. അങ്ങനെ ആരും അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ സൂപ്പർസ്റ്റിഷൻ ഒന്നുമില്ല കേട്ടോ. പാമ്പ് റിവേഞ്ച് എടുക്കില്ല. ഡോണ്ട് വറി. അങ്ങനത്തെ റിവേഞ്ച് അതിന്റെ പേരനെ കൊന്നു വന്ന് റിവേഞ്ച് എടുക്കുക അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അത്ര ബ്രെയിൻ ഡെവലപ്ഡ് അല്ല. അതൊന്ന് സ്പെസിഫിക് വർക്കേണ്ട അത്രേ ഉള്ളൂ. നമുക്ക് പാമ്പിന്റെ ആവശ്യമുണ്ട് നമ്മളൊരു നേച്ചർ ബാലൻസിങ് ആക്ടിന് വേണ്ടിയിട്ട്. പാമ്പിനെങ്കിൽ അതിന്റെ കൂടെ കുറെ സാധനം പോകും കേട്ടോ, പാമ്പിന്റെ ഒക്കെ അങ്ങനെയുണ്ട്. അപ്പൊ അത് പ്രശ്നം. ഏരിയനെ കൺട്രോൾ ചെയ്യാനും തവളേനെ കൺട്രോൾ ചെയ്യാനും അത് എക്സസ് ആവാൻ ഇരിക്കുന്നുണ്ട്. പാമ്പ് പിന്നെ പരുന്തെല്ലാം പാമ്പിനെ കഴിക്കുന്നുണ്ടല്ലോ. സോ ജനറൽ ഫുഡ് ചെയിൻ എല്ലാവരും വേണം. ഒരാളെ മുറിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് കാര്യം നടക്കില്ല. സോ നമുക്ക് അതിന്റെ കൂടെ ജീവിക്കാൻ പഠിക്കണം. മെയിൻ ആയിട്ട് കുട്ടികളെല്ലാം അറിയിക്കണം. വീട്ടിലെല്ലാം വയസ്സായ ആൾക്കാർ കുട്ടികളെല്ലാം അറിയിക്കണം പാമ്പിന്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്, വന്നാൽ എന്ത് ചെയ്യണം മെയിൻ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും ധൈര്യത്തോടെ നിൽക്കണം. അതാണ് മെയിൻ ആയിട്ട്. ഒരു സംശയം. ഈ പാമ്പിന്റെ മാംസം കഴിക്കുന്നവരുണ്ടല്ലോ, അത് കഴിക്കാൻ പറ്റുന്നതാണോ? എങ്ങനെയാണ് അതിന്റെ വെരി നൈസ് ക്വസ്റ്റ്യൻ. സി, ഫുഡ് ഈസ് എൻ ചോയ്സ്. അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫുഡ് ഈസ് ചോയ്സ് ആൻഡ് ഫുഡ് ഈസ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഞാൻ അന്റാർട്ടിക്ക പോയിട്ട് പച്ചക്കറി കിട്ടുമ്പോൾ പറ്റില്ലാലോ, അതാണ് മെയിൻ ആയിട്ട്. സോ ഫുഡ് അപ്പൊ സ്നേക്ക് കഴിക്കേണ്ടത് ബേസിക്കലി സ്നേക്കിന്റെ വെനം തല വെട്ടിക്കളഞ്ഞ വെനം പോയി. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. Depends on the ചൈനയിൽ പാമ്പ് കഴിക്കേണ്ട ആൾക്കാർ, ഇന്ത്യ പറയില്ല. They take it. So they make sure that the head is cut off. The venom is not part of the body because അത് gland ആണ്, കഴുത്ത് ചോട്ടാണ്. ആ മാറ്റി ഉപയോഗിക്കാൻ ലൈക്ക് എനി അതർ മീറ്റ്. എവറിത്തിങ് ക്യാൻ ബി ഈറ്റൻ. ഓൺലി നമ്മുടെ ചോയ്സ് ആണ്. ചിലർ കഴിക്കാൻ നിർബന്ധമായിട്ട് ആസാം സൈഡിൽ കാണുന്നത് നായന്റെ മീറ്റ് കഴിക്കേണ്ടത് ബിക്കോസ് നമ്മൾ കഴിക്കുക, നമ്മുടെ നാട്ടിൽ കഴിക്കില്ല. അത് ചില ഫുഡ് ഈസ് എ ചോയ്സ്, ഓൾവേസ് എ ചോയ്സ്. അവൈലബിലിറ്റിയും ചോയ്സും ആണ്. അപ്പൊ എല്ലാവരും കോമൺ ആയിട്ട് കഴിക്കുന്നു, അതുകൊണ്ട് കഴിക്കില്ല. ഹാമിന് ബിക്കോസ് ദ മോസ്റ്റ് കോമൺ മീറ്റ് ഇസ് നമ്മുടെ
പൈത്താന്റെ മീറ്റ് കേട്ടോ. പീപ്പിൾ ആർ ഹാവിംഗ് ദാറ്റ്. നമ്മുടെ നാട്ടിൽ അത് തരും. താങ്ക് യു സാർ, താങ്ക് യു. And important, I think 1971 വൈൽഡ് പ്രൊട്ടക്ഷൻ ലോയില് സ്നേക്സ് എല്ലാം ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. സോ ബി വെരി കെയർഫുൾ, യു കനോട്ട് കിൽ സ്നേക്സ് പ്ലീസ്. ഇപ്പൊ സെൽഫ് വോളണ്ടിയേഴ്സ് കുറെ ഉണ്ട് നമ്മുടെ നാട്ടില്, ഇഷ്ടംപോലെ ആൾക്കാർ. ഓൾവേസ് കോൾ ദം, എപ്പോ വേണം വന്നോളും. സോ മേക്ക് ഷുവർ യു ഡോണ്ട് കിൽ. ഇപ്പൊ ചേരപ്പാമ്പ് വരെ കേരളത്തെ അണ്ടർ പ്രൊട്ടക്ഷൻ വരെയാണ്. സോ ഷെഡ്യൂൾഡ്, എസ്പെഷ്യലി ഷെഡ്യൂൾഡ് ആണ്. യു കനോട്ട് കിൽ സ്നേക്സ്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് സിറ്റീസിലെ ഇപ്പൊ പാമ്പിനെ കൊല്ലുന്നത് കുറവാണ്. ആൾക്കാർക്ക് ജനറൽ അവയർനെസ് ഉണ്ട്, അതാണ് ചെയ്യുന്നത്. സോ പ്ലീസ് അത് കൊല്ലാണ്ടോ നോക്കുക. അത് സാധാരണ ചേരപ്പാമ്പായാലും എത്ര ജനറൽ കൺസെപ്റ്റ് ആണ് പാമ്പിനെ തല്ലി കൊല്ലണമെന്ന് ആ പണ്ടത്തെ കൺസെപ്റ്റ് ഉണ്ട്. അതൊന്ന് മാറ്റി കെട്ടണം, ആൾക്കാർ പറയണം, അതിന്റെ സീരിയസ്നെസ് പറയണം. പാമ്പിന്റെ ആവശ്യമുണ്ട്. സർപ്പ വോളണ്ടിയേഴ്സ് ഇഷ്ടപ്പെടേണ്ടത് ടേക്ക് ഇറ്റ് ഫാം, നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളെ സേഫ് ലൊക്കേഷൻ അത് വിടും. അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും പ്ലീസ്. ശരി, വെളുത്തുള്ളി കലക്കിയ വെള്ളം തളിച്ചിടുന്നത് സ്നേക്സ് വരാതിരിക്കാനുള്ള ജസ്റ്റ് ഒരു പഞ്ചൻ സ്മെല്ലാണ്. വെളുത്തുള്ളിക്ക് നല്ലൊരു കെമിക്കൽ ഉണ്ട്, സ്ട്രോങ് സ്മെൽ കെമിക്കൽ. അങ്ങനെയൊന്നും പാമ്പിന് അത് വലിയ കാര്യമല്ല. ഹെൽപ്പ് ആക്ട് പണ്ടത്തെ അങ്ങനെയാണ്. പണ്ട് വെളുത്തുള്ളി ഡ്രാക്കുല വരണ്ട പറഞ്ഞിട്ട് വെളുത്തുള്ളി കെട്ടിയ ആൾക്കാരുണ്ട് യൂറോപ്പിലെല്ലാം. അതൊരു ജസ്റ്റ് കൺസെപ്റ്റ് ആണ്. എത്ര സ്ഥലം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും? വീട് ചുറ്റും വെളുത്തുള്ളി ഇടാൻ പറ്റില്ല, സ്പ്രേ ചെയ്യാൻ പറ്റില്ല. ലിമിറ്റ് ഉണ്ട് അതിനെല്ലാം. ഏറ്റവും കുറെ വഴിയുണ്ട്. മരത്തിന്റെ മേൽ ചെടിയിലൂടെ കൂടെ വീട്ടിലേക്ക് പാമ്പ് വരാനേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഹൈലി എഫക്റ്റീവ് അല്ല. അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് കീപ്പ് വീടിന് ചുറ്റുപാടും നീറ്റായിട്ട് വെച്ചാൽ നമുക്ക് കുറെ പാമ്പിനെ ഒഴിവാക്കാനേ ഉള്ളൂ. നമുക്ക് വലിയ വരാണ്ട് നോക്കും. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. അതാണ്. സാർ ഒരു ചോദ്യം കൂടെ. ഈ പാമ്പ് പണം പൊഴിക്കുക എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ, മോൾട്ടിങ്, അതിനെ പറ്റി ഒന്ന് പറയാം. അതെന്താണ് ശരിക്കും? അത് Okay. So that's one very good question. It's a very good question. Another ചോദ്യം. Molting is like when the snake grows, snake അത് വയസ്സായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പുറത്തത്തെ ബോഡിയിലത്തെ സ്കെയിൽസ് ഫിക്സ്ഡ് ആണ്. That's very important. So what happens is as it grows, ഇതിന് പുറത്ത് വരണം. ഇവിടെയാണ് ഈ മോൾട്ടിങ്ങിന്റെ കൺസെപ്റ്റ് വരിക. ഈ മോൾട്ടിങ്ങിന്റെ പ്രശ്നം ഭയങ്കര സീരിയസ് ടൈമാണ് സ്നേക്സിന് വേണ്ടിയിട്ട്. മോൾട്ടിങ് വരുമ്പോൾ എന്തായി, ആദ്യം കണ്ണിന്റെ മേലത്തെ സ്കിൻ വരെ അത് ഒപ്പേക്ക് ആയിട്ട് മാറും. ഒപ്പേക്ക് ആയിട്ട് കാണാൻ പറ്റില്ല, ഒപ്പേക്ക് ആയിട്ട് മാറും. അപ്പോഴും കുറച്ചുകൂടി ഡേഞ്ചറാണ് ഈ സമയത്തെ പാമ്പ്. അപ്പൊ ഈ മോൾഡ് കളയണം. ഈ മോൾഡ് കളയണം പറഞ്ഞാൽ ആദ്യം പോയിട്ട് മൂക്കിനെ പോയിട്ട് മരത്തിൽ പോയിട്ട് റബ് ചെയ്തിട്ട് നമ്മുടെ കാലത്തെ സോക്സ് ഊരുന്ന പോലെയാണ് ഇതിങ്ങനെ മെല്ലെ പുറത്ത് വരിക. പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കുറെ സ്നേക്കിന്. അപ്പൊ ഐഡന്റിഫിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏത് പാമ്പിനെ പാമ്പിൽ കിട്ടുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. പെർഫെക്റ്റ് ആയിട്ട് മൂക്ക് തൊട്ട് വാല് വരെ പെർഫെക്റ്റ് ആയിട്ട് പുറത്ത് സോക്സ് ഊരുന്ന പോലെയാണ്. മോൾട്ടിങ് ഈസ് എ ഗ്രോത്ത് പ്രോസസ് ഓഫ് ദ സ്നേക്ക്. അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് കീപ്സ് ഹാപ്പനിങ്. അപ്പൊ അതേപോലെ ഇപ്പൊ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പാമ്പിന്റെ പല്ലും തിരിച്ച് വരും. ഇപ്പൊ പല്ല് പൊട്ടിയിട്ട് തിരിച്ച് കിട്ടിണ്ട് പറയണം. യു മസ്റ്റ് കേട്ടില്ലേ, കോബ്ര വൈപ്പേഴ്സ് എല്ലാം കടിച്ചതും അതിന് വിടും. എന്തിനെ വിക്ടിം വിടുന്നത്? അത് സ്ട്രഗിൾ ചെയ്യും, പല്ല് പൊട്ടാണ്ടാണ് ചെയ്യണത്. ഒരു പ്രാവശ്യം വെനം ഇഞ്ചക്ട് ആയാലും അത് മണത്തിട്ട് പോയിട്ട് അതിനെ ട്രേസ് ചെയ്യുക. ബിക്കോസ് ആ ഡെത്തിന്റെ സ്മെല് ഉണ്ടല്ലോ, അതിന്റെ സ്മെല് മൂത്രം ഒഴിക്കുക. അതിലെ കാരണം അത് അതിനെ സ്മെല് ഫോളോ ചെയ്യാനേ ഉള്ളൂ. അങ്ങനെ അപ്പൊ വൈപ്പർ എല്ലാം കടിച്ചിട്ട് നല്ലൊരു കാര്യം വിടും, അതിന് ഇമീഡിയറ്റ്ലി വിടും അതിനെ. അങ്ങനെ ചെയ്യാം. അപ്പൊ അതേപോലെ നമ്മുടെ ഹ്യൂമൻ ബീങ്സ് കടി കിട്ടുമ്പോൾ നോക്കൂ, നമ്മുടെ കാലിൽ കടിക്കുന്ന നല്ല കടിയായിരിക്കും അത്. ലിറ്ററലി ബൈറ്റ്സ് ഇതുപോലെ. മെയിൻലി നമ്മുടെ വൈപ്പർ ലിറ്ററലി നമ്മുടെ ആ ഫുൾ ഏരിയ നമ്മുടെ കാലിൽ നാർക്കോസിസിലൂടെ അങ്ങനെ കരിയും. അത്ര ഡേഞ്ചറസ് ആണ് നമ്മുടെ വൈപ്പറിന്റെ ബൈറ്റ്. കോബ്ര ബൈറ്റ് പിന്നെയും കുറച്ച് സ്ലൈറ്റ് സ്വെല്ലിംഗേ ഉണ്ടാവുള്ളൂ. എന്നാലും പക്ഷെ വൈപ്പർ ബൈറ്റ് ഏറ്റവും ഡെഡ്ലി, ഏറ്റവും പെയിൻഫുള്ളും ആണ്. വൈപ്പർ പാമ്പ് കടി കിട്ടിയ ആൾക്കാർക്ക് അറിയാം. അതാണ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ഈ കടി വെരി കെയർഫുൾ. അതാണ് പറയുന്നത്. പാമ്പിനെ വീട്ടിൽ വരാണ്ട് നോക്കാൻ പറ്റില്ല. ചെറിയ കാര്യം പറഞ്ഞാൽ ഏരിയയിൽ വരാണ്ട് നോക്കൂ മാക്സിമം. അത് ഏറ്റവും സ്റ്റേപ്പിൾ ഫുഡാണ് അതിന്റെ. പിന്നെ ചെറിയ ഒരു കാര്യം വേണ്ടായിരുന്നു, കിങ് കോബ്ര മാത്രമല്ല പാമ്പിനെ കഴിക്കാൻ മറ്റേ പാമ്പും കഴിക്കും കേട്ടോ. പക്ഷെ പ്രോമിനന്റ്ലി കിങ് കോബ്ര മാത്രം പ്രോമിനന്റ് മറ്റേതിനെ കഴിക്കും കേട്ടോ. ഏരിയ ബാക്കിയെ കഴിക്കും. പക്ഷെ മേജർ സ്റ്റേപ്പിൾ ഫുഡ് അതിന് പാമ്പ് തന്നെയാണ്. മറ്റേ പാമ്പും കഴിക്കും. കോബ്ര വൈപ്പർ കഴിക്കും, വൈപ്പർ കോബ്ര അതൊക്കെ ഉണ്ട്. അത് സിറ്റുവേഷൻ കമ്മിയാകുന്ന റിയാലിറ്റിയാണ് അതെല്ലാം. അങ്ങനെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്. സാർ ഈ വൈപ്പർ യൂണിറ്റിൽപ്പെട്ട മലബാർ പിറ്റ് വൈപ്പർ ഒക്കെ ഒരേ മരത്തിൽ തന്നെ
കുറെ ദിവസങ്ങൾ അതേ സ്ഥലത്ത് തന്നെ കാണുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്? ഓക്കെ സർ, സംതിങ് അബൌട്ട് വൈപ്പറിന്റെ കാര്യം പറയുമ്പോ ഇറ്റ്സ് എ ലേസി സ്നേക്ക്. അത് ആദ്യം വെരി ലേസി. ഒരു സ്ഥലത്ത് കിടന്ന് ഇളകില്ല. ഇറ്റ് വെയിറ്റ്സ് ഫോർ ആംബുഷ് പ്രെഡേറ്റേഴ്സ് ആണ്. അത് ആഹാരം അടുത്ത് വരട്ടെ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ട സാധനമാണ്. സോ ഇറ്റ് ഫൈൻഡ് ഒരു കംഫർട്ടബിൾ സ്ഥലം കിട്ടിയാൽ അവിടെ ഇരിക്കുകയാണ്. അത് അത്രയേ ഉള്ളൂ. ഇറ്റ് സ്റ്റേസ് ദെയർ ഫോർ ലോങ് ടൈം. എന്താ കാരണം ഇറ്റ്സ് കംഫർട്ടബിൾ. അത് അടുത്ത വീട്ടിൽ ആ വഴി കൂടെ വരുന്നുണ്ടോ? ബിക്കോസ് അത് എല്ലാം വഴിനീളം ഈ സ്മെല്ല് കാരണം അറിയാം ഏതൊക്കെ പോയിരിക്കണം, ഏതൊക്കെ ജീവികൾ പോയിരിക്കണം, അത് നല്ല ക്ലിയർ ഐഡിയ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കാര്യം. സോ വൈപ്പർ ഈ ഒരു പ്രശ്നം കാരണം അത് വഴിയിൽ കിടന്ന് ഇളകി മാറിയില്ല. കുറെ ദൂര സ്ഥലത്ത് തന്നെ ഇരിക്കും. അതാണ് മെയിൻ ആയിട്ട് പറയാൻ കാരണം. വൈപ്പറിന്റെ ഒരു കേസ് എങ്ങനെയാണ്, ബാക്കി സ്നേക്കെല്ലാം നമ്മൾ തട്ട് വൈബ്രേഷൻ കണ്ട കുറെ മാറി നിൽക്കും, നമ്മളെക്കാൾ ദൂരം പോകും. അങ്ങനെയാണ്. പക്ഷെ വൈപ്പർ മാത്രം ആ ഒരു സ്നേക്ക് അങ്ങനെ വിട്ട് നിൽക്കില്ല. അങ്ങനെയാണ്. അതാണ് ഒരു കാരണം, വൺ ഓഫ് ദ റീസൺസ് അങ്ങനെയാണ്. സാർ ഒരു ചോദ്യം. സാർ നേരത്തെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള സ്നേക്സിനെ കുറിച്ച് പറഞ്ഞു. സാർ ഈ ഇരുതല മൂലി എന്ന് പറഞ്ഞ സ്നേക്സ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ പലതരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. അതിനെ സംബന്ധിച്ച് എന്താണ് സാർ? ഓക്കെ, ദാറ്റ്സ് സാൻഡ് ബോവ ആണ് നിങ്ങൾ പറഞ്ഞ പാമ്പ്. സാൻഡ് ബോവ. അതെന്താ പറഞ്ഞ, ഈ സാൻഡ് ബോവയില് റെഡ് സാൻഡ് ബോവ ആണ് ഏറ്റവും പ്രൈസ്ഡ് സ്നേക്ക്. ഈ റെഡ് സ്നാക്ക് എല്ലാം പെറ്റായിട്ട് വീട്ടിൽ ഉപയോഗിക്കും. അതാണ് സാൻഡ് ബോവലിന്റെ അതാണ് കോമൺ സാൻഡ് ബോവല്ല. ഇറ്റ് ഈസ് ദി റെഡ് സാൻഡ് ബോവ. അതാണ് മെയിൻ ആയിട്ട് കാണാനുള്ള ചന്തമുണ്ട്. അത് എക്യൂരിയത്തിനുള്ളിൽ അതിന് വെക്കാനില്ല. എക്യൂരിയം ബോക്സ് വെച്ചിട്ട് വളർത്തും ആൾക്കാർ. നമ്മുടെ നാട്ടിൽ ഇല്ലീഗൽ ട്രേഡ് ആണ്, അത് ചെയ്യാൻ പാടാത്ത ഒരു കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ സ്നേക്സിനെ വീട്ടിൽ വളർത്താനേ പാടില്ല. അതൊരു കാര്യം. പക്ഷേ സം പീപ്പിൾ ഡു ഇറ്റ് ഓൾസോ, അറിയാണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒന്നൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ ഈ സാൻഡ് ബോവയുടെ കാറ്റഗറിയിൽ നമ്മുടെ ഏറ്റവും ഫേമസ് ആണ് റെഡ് സാൻഡ് ബോവ. ആ റെഡ് സാൻഡ് ബോവ ഏറ്റവും അധികം പെറ്റായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു പൈത്താൻ, ബോൾ പൈത്താൻ ഉണ്ട്. അതൊരു കോമൺ പെറ്റ് സ്നേക്ക് ആണ്. അത് നമ്മുടെ സാധാരണ മരമാൻ തന്നെയാണ്, പക്ഷെ ചെറിയ പാമ്പാണ്. അത് എങ്ങനെ എപ്പോ നോക്കിയ ഒരു ബോളിനെ പോലെ ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ കറക്കണം. ഇറ്റ്സ് വെരി കോമൺ ആയിട്ട് മലേഷ്യ, ദാറ്റ് ഏരിയ, ബർമ സൈഡിലെല്ലാം കിട്ടുന്ന പാമ്പാണ്. അതാണ് മെയിൻ ആയിട്ട്. സോ ഇല്ലീഗൽ പാടില്ല, പക്ഷെ ആൾക്കാർ വെക്കേണ്ട കേട്ടോ. ഇതേ പറയുന്നത് സ്നേക്കിന് പെറ്റായിട്ട് വീട്ടിൽ വെക്കേണ്ട ആൾക്കാർ മോസ്റ്റ് കോമൺ ഇസ് റെഡ് സാൻഡ് ബോവ. അതർ വൺ ഇസ് നമ്മുടെ രാജ്യത്തില് ബോൾ പൈത്താൻ. Any doubts? ആരെങ്കിലും? ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? വരുന്നു. പഴം പൊഴിക്കുന്നതിന് പ്രത്യേക ചെടികളുണ്ട്. ഈ പൈനാപ്പിളിന്റെ ഇടയിൽ കൂടി പോയി പഴം പൊഴിക്കുന്ന കേട്ടിട്ടുണ്ട്. പൈനാപ്പിൾ വീട്ടില് അടുത്ത് വെക്കുന്നത് ആണോ? അത് റഫ് സർഫേസ് ആദ്യത്തെ റഫ് സർഫേസ് വേണം. പൈനാപ്പിളിന്റെ മുള്ളിൽ പെട്ടാൽ അത് അങ്ങനെ എളുപ്പമാണ് പാമ്പിന്. അതും പറയാം, അത് എളുപ്പമാണ്, അത്രേ ഉള്ളൂ. അത് അതിന്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ സൗകര്യമാണ്. ഇതിലേക്ക് മെല്ലെ മെല്ലെ പുറത്തു വരും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മെല്ലെ ബോഡിയുടെ കോൺട്രാക്ഷൻ റിലാക്സ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ അത് സപ്പോർട്ട് കിട്ടിയാൽ അത് ഏറ്റവും നല്ല സപ്പോർട്ട് പൈനാപ്പിൾ അല്ലേ. നെൽത്താണ്, അതിന് മുള്ളുണ്ട്. ഏറ്റവും നല്ല സപ്പോർട്ട് കിട്ടുന്ന സാധനമാണ് അത്. അതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സ്പെസിഫിക് അല്ല, ജനറലി അതിന് ആദ്യം അത് മൂക്ക് വെച്ചിട്ട് അത് ഇത് ചെയ്യും. എന്താ പറയാ, അതിന് ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്ത് അവിടെ തുടങ്ങുക. അത് അപ്പൊ കണ്ണിന്റെ മേലിൽ നിന്ന് ആദ്യം പോകണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണമെങ്കിൽ ഒരു പ്രാവശ്യം ആ ഫുൾ ബോഡി ഞാൻ കണ്ടിട്ട് ഒരു മൂർഖനെ ഗോൾഡൻ യെല്ലോ കളറായിട്ട് ഞാൻ കണ്ട പാമ്പ് ഷൈൻ ചെയ്യും, പുതിയ ഫ്രഷ്. പിന്നെ വേര് തട്ടിയപ്പോ അത് മാറി, കളർ അങ്ങനെ മാറി. ഇനീഷ്യൽ കളർ വ്യത്യാസമായിരിക്കും. ഒരു സാധാരണ പാമ്പിനെ പോലെ നല്ലൊരു കളർഫുൾ ആയിരിക്കും, നല്ല ഷൈനിങ് ബോഡി ആയിരിക്കും. അത് കുറച്ച് വെയിൽ തട്ടുമ്പോൾ അതിനേക്കാൾ ഷൈൻ മാറും. അങ്ങനെയാട്ടോ. അല്പം ദൂരെയായിട്ട് നല്ലതല്ലേ. വീട്ടിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതൊരു നാച്ചുറൽ പ്രോസസ് ആണ്, അതുകൊണ്ട് അങ്ങനെ മെയിൻ ആയിട്ട്. ഓക്കെ സർ, താങ്ക് യു. സാർ ബോൾ പൈത്തനെ വീട്ടില് വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ ഹലോ കേൾക്കുന്നുണ്ടോ? അപ്പൊ അതിനൊരു രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി എന്താണ് അഭിപ്രായം? സത്യം പറഞ്ഞാൽ പ്ലീസ്, നമുക്ക് വയലത്ത് കുറെ കാര്യം നമ്മൾ പാടില്ല. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് ഒരു കാര്യം സത്യമായിരിക്കും. എന്താ കാരണം പറഞ്ഞാൽ ഈ പാമ്പ് നമ്മുടെ നാട്ടിലത്തെ അല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. എക്സോട്ടിക് ബേർഡ്സ്, സ്നേക്സ്, എനിമൽസിനെ എടുക്കാൻ നമുക്ക് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമുക്ക് പെർമിഷൻ ഉണ്ട്, ചെറിയ നിയമം ഉണ്ട് വിചാരിക്കണം.
അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ആൾക്കാര്. പക്ഷെ നമ്മുടെ നാട്ടിൽ പാമ്പ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സമ്മതിക്കില്ല അവര്. ബിക്കോസ് വി കം അണ്ടർ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്ന ഷെഡ്യൂൾഡ് കുറെ സ്പെഷ്യൽ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് അവർക്ക്. അത് കാരണം നമ്മൾ ചെയ്യാൻ പറ്റും. ഐ തിങ്ക് എക്സോട്ടിക് ഇമ്പോർട്ടഡ് എക്സോട്ടിക് ആനിമൽസും ബേർഡ്സും എല്ലാം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കേട്ടിട്ടുണ്ട്. ഒരു ക്ലിയർ അല്ല ഞാൻ, പക്ഷെ എനിക്ക് എന്റെ വിചാരിക്കുന്നു അങ്ങനെയാണ്. അല്ല, നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ തന്നെ ഇപ്പോ ഷെഡ്യൂൾ 4 ഈ എക്സോട്ടിക് ആനിമൽസ് ആണ്. റെപ്റ്റൈൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, എല്ലാ ആനിമൽസും. അപ്പൊ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് തന്നെ പറയുന്നു. അതേ സമയത്ത് രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. സത്യം ഈ ഒരു കാര്യം എനിക്ക് അത്ര അറിയില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് ആദ്യം എനിക്ക് അറിയാം കേട്ടോ, ഇങ്ങനെ പെർമിഷൻ കൊടുക്കേണ്ടവര് ചെയ്യാനാണ്. അതൊന്ന് നോക്കേണ്ടവര് എനിക്ക്. നെക്സ്റ്റ് ഹായ് സർ. ഹലോ പറയാം. സർ, ക്ലാസ് വളരെ എഫക്റ്റീവ് ആയിരുന്നു, ഇൻഫോർമേറ്റീവ് ആയിരുന്നു സർ. താങ്ക് യു. എനിക്കുള്ള ഡൗട്ട്, നമ്മളിങ്ങനെ പല ഡിസ്കഷൻസിലും കേട്ടിട്ടുണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ വൈപ്പേഴ്സിന് സെൻസ് ചെയ്യാൻ കഴിവുണ്ടെന്നും ആ സെൻസ് ചെയ്ത ശേഷം ഇവര് എന്തെങ്കിലും തരത്തിൽ നമ്മളതിനെ ചവിട്ടുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് നമ്മളെ കൊത്താനുള്ള സാധ്യതയുണ്ടെന്ന്. അത് സത്യമാണോ സർ? ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മൾ അറിയാണ്ട് ഒരു പാമ്പിനെ ചവിട്ടിയാല് ഇമീഡിയറ്റ്ലി അത് കടിക്കും നമ്മൾ. ഓക്കെ, അത് അങ്ങനെയാണ്. അൺലെസ് നമ്മളന്ന് ഞാൻ ഒരു പാമ്പിനെ പിടിക്കാൻ പോയിട്ട് ഞാൻ ഒരു എക്സസൈസ് ആയിട്ട് പ്രഷർ കൊടുത്താൽ അതിനെ പിടിക്കും, അത് അതിനെ കടിക്കും. ഇറ്റ്സ് ഓൾ ഹാൻഡ്ലിങ് ദ സ്നേക്ക് ആണ്. നമ്മുടെ സ്നേക്ക് ഹാൻഡിൽ ചെയ്യുന്ന വലിയ ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അതിനെ എഗ്രിവേറ്റ് ആക്കാണ്ട് അതിനെ റിലൈസ് ആക്കാൻ നോക്കണം. കോബ്ര ഏത് മൂർഖൻ പാമ്പിനെ നമുക്ക് മെല്ലെ ഹുക്കിൽ വെച്ചിട്ട് നമുക്ക് മെല്ലെ എടുത്തിട്ട് വാരി പിടിച്ചിട്ട് ചെയ്യാനേ ഉള്ളൂ. അന്ന് ബാഗിലേക്ക് കയറി ചെയ്യാൻ. കാരണം ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് എല്ലാ വോളണ്ടിയേഴ്സിനെ കേരള ഗവൺമെന്റ് നമുക്ക് നല്ലൊരു ബാഗും കിറ്റും തന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റീലിന്റെ നല്ലൊരു എക്സ്പെൻസീവ് നല്ല വിലയുള്ള സാധനമാണ്. കിറ്റ് കംപ്ലീറ്റ് സെറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഡിഫറെന്റ് ആയിട്ട് പാമ്പിനെ പിടിക്കാൻ ചെറുതും വന്ന് പാമ്പിനെ പിടിക്കാൻ സെപ്പറേറ്റ് തുണി ബാഗെല്ലാം തന്നിട്ടുണ്ട്. കിറ്റാണ്. ഇപ്പൊ നമ്മുടെ ഹാൻഡ്ലിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അതിന് ടൈറ്റ് ആയിട്ട് പിടിക്കാൻ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട്. പക്ഷെ അറിയാണ്ട് ചവിട്ടുമ്പോഴാണ് ഇത് നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞത് വൈപ്പർ മാത്രം നമ്മുടെ ബോഡി ഹീറ്റ്സ് നമ്മൾ കടിക്കാൻ എളുപ്പമായിട്ട് നമ്മൾ അറിയാണ്ട് നമ്മൾ കടിക്കും. മറ്റേ പാമ്പറാങ്ങനെ അൺലെസ് നമ്മൾ അതിന് ചവിട്ടാൻ പോയാൽ ഇന്ന് എക്സസീവ് ഹാം വരുമ്പോഴത്തേക്ക് അത് മാക്സിമം പാമ്പ് രക്ഷപ്പെടാതെ നോക്കുള്ളൂ കേട്ടോ, വൈപ്പറിനെ വിട്ടിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ എങ്ങനെ ജനറൽ നമ്മൾ അതിന് കെയർഫുൾ ആയിരിക്കണം. അത്രയും മെയിൻ ആയിട്ട്. അത്രയും ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. ഹലോ ആദിത്യ, പറയൂ. ഓക്കെ സാർ, അപ്പോ നമുക്ക് സെഷൻ കൺക്ലൂഡ് ചെയ്താലോ? ഇനി ചോദ്യങ്ങളുണ്ടോ? ആദിത്യക്ക് ഒരു ചോദ്യമുണ്ട്, നോക്കട്ടെ എന്താ ചോദിക്കണം. അതായത് സ്നേക്സിനെ ക്യാമോഫ്ലേജ് കണക്കത്തുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാറുണ്ടോ? ക്യാമോഫ്ലേജ് കണക്ക്? ഇല്ല, സ്നേക്സിന്റെ ക്യാമോഫ്ലേജ് പറഞ്ഞാൽ ഇറ്റ്സ് ഇൻബോൺ അലോങ് വിത്ത് എൻവയോൺമെന്റ്. ഈ കാട്ടിലുള്ള പാമ്പല്ല, ഇറ്റ്സ് വെരി ബ്രൈറ്റ്ലി കളേർഡ്. ഡെസേർട്ട് സ്നേക്സ് ആർ ലൈറ്റ് ഗ്രേഷ് കളർ. ആ എൻവയോൺമെന്റൽ ഇൻബിൽറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന് സ്പെഷ്യൽ ആയിട്ട് കാമഫ്ലേജ് അല്ല, അത് ഇൻബിൽറ്റ് കാമഫ്ലേജ് തന്നെയാണത്. വെള്ളപ്പാമ്പിന് വ്യത്യാസമുണ്ട്. പിന്നെ സാൻഡ് ബോ കണ്ടിട്ടുണ്ട്, സാൻഡിന്റെ കളറാണ്. അതങ്ങനെയാണ്. സോ കാമഫ്ലേജ് പറയേണ്ട നാച്ചുറൽ ഇൻബോൺ കളറാണ് അത്. ഓക്കെ, അങ്ങനെയാണ് കാമഫ്ലേജ് ഈസിലി ആ എൻവയോൺമെന്റൽ അഡാപ്ഷൻ പോലെ തന്നെ പാമ്പ് കിട്ടിയിരിക്കുന്നത്. മലബാർ പിറ്റ് വൈപ്പറിന്റെ മരത്തിൽ പച്ച കളർ പാമ്പുണ്ട്. ഓക്കെ, ഇറ്റ്സ് മോർ ഈസി ടു അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങനെയാണ്. ചെമ്മീരിയനെ പോലെ ഓന്തിനെ പോലെ അത് കളർ ചെയ്തല്ല, ഇൻബിൽറ്റ് ആ എൻവയോൺമെന്റ് പെർഫെക്റ്റ് ആയിട്ട് സെറ്റിംഗ് ആണ് അതിന്റെ. അങ്ങനെയാണ്. ഓക്കെ, ബിഗർ ദ സ്നേക്ക് അതിന് പേടി കമ്മിയാണ്. അപ്പൊ അതിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവില്ല. അങ്ങനെയാണ്. ഒരു ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നിർത്താട്ടോ. ഈ പോയിസൺ പറഞ്ഞത്, ഈ വെനം പറഞ്ഞ സാധനം എന്താണ് പാമ്പ് റെപ്റ്റൈൽസിന് കൊടുത്തിട്ട് എനിമൽസിന് കൊടുത്തില്ല പറയാൻ ചെറിയ ചോദ്യം പറയാം അല്ലെ. എനിമൽസ് അതിന് ഒരു രക്ഷപ്പെടാനോ അതിന് സ്ട്രെങ്ത് മതി. പാമ്പിന് സ്ട്രെങ്ത് കുറച്ച് പ്രശ്നമുണ്ട്. സോ ശരിക്കും പറഞ്ഞാല് ഈ വെനം ഒരു ഹൈ പ്രോട്ടീൻ ആണ്. ഈ ഒരു പാമ്പ് 20% അതിന്റെ എനർജി പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ ഉപയോഗിക്കും. വേറെ എനിമൽസിന് അതിന് ആവശ്യമില്ല. എന്താണ് പ്രോട്ടീൻ വേസ്റ്റ് ചെയ്യണം? അതാണ്.
അപ്പൊ എനിമൽസിന് ഇതിനെ പിടിച്ചാൽ അപ്പത്തന്നെ കഴിക്കാം. പാമ്പ് അതിന് സ്ട്രെങ്ത് ഇല്ലാത്ത കാരണം പൈത്താനെ വിട്ടിട്ട് ബാക്കി പാമ്പ് അതിന് കടിച്ചിട്ട് തന്നെ വിടണം. പാമ്പിന് കുറച്ചു നേരം അത് ചാവാൻ കാത്തു നിൽക്കണം, പിന്നെ കഴിക്കണം. ഓക്കെ, സോ വെനം ഈ സൈസിന് ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. ബിക്കോസ് ആ സൈസിന് വേണ്ടിയിട്ട് തന്നെ വെനം ഉണ്ട്. അതാണ് മെയിൻ ആയിട്ട്. ഓക്കെ, സോ ജനറലി 20% ബോഡി അത് വേസ്റ്റ് ആക്കൂല പാമ്പ്. അത് ഇതിന് വേണ്ടിയിട്ട് മാത്രം പ്രൊട്ടക്ഷനും ആഹാരത്തിന് വേണ്ടി മാത്രം അത് വെനം ഉപയോഗിക്കുള്ളൂ കേട്ടോ. താങ്ക് യു. സർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സർ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റിനെ വെച്ചിട്ടാണ്. അപ്പൊ ഈ വെനം എന്ന് പറയുന്നത് ഡിഫൻസിനാണ്, പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, വീക്ക് ആയിട്ടുള്ള ഒരു ഇനമായതുകൊണ്ടെന്ന് സാർ പറയുന്നു. അപ്പൊ സെയിം ടൈം നമ്മൾ നോക്കുവാണെങ്കിൽ സാറിന്റെ പ്രസന്റേഷനിൽ തന്നെ സാർ പറഞ്ഞു വെനമസ് സ്നേക്സ് കുറവാണ്, ആക്ച്വലി നോൺ വെനമസ് സ്പീഷീസ് ആണ് കൂടുതലെന്ന്. സോ ഹൗ അബൌട്ട് ആ ഒരു സ്പീഷീസ് അവർക്ക് എന്തുകൊണ്ട് ഒരു വെനമസ് വെനം അവർ എന്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ഹൗ ഡു ദ ഡിഫെൻഡ്? Okay, that's natural selection main thing. What happens is, snakes നമ്മുടെ നാട്ടിൽ 4 ഡെഡ്ലി സ്നേക്കും പിന്നെ കുറെ സെമി ഡെഡ്ലി സ്നേക്കും പിന്നെ നോൺ ഡെഡ്ലി സ്നേക്കും. അവർക്ക് അഡാപ്റ്റബിലിറ്റി, അവർക്ക് പോയിസണസ് സ്നേക്ക് 2 പല്ല് കൊടുത്തു, ബാക്കി എല്ലാത്തിനും അവർ ഇതാ ചെയ്തിരിക്കണം പറഞ്ഞാൽ കുറെ പല്ല് കൊടുത്തു. ചില പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവളെ പിടിച്ച വിടില്ല ഒരു വെള്ളപ്പാമ്പ്. ഓക്കെ, സോ ഈ നാച്ചുറൽ സെലക്ഷൻ ആയിട്ട് വന്നിരിക്കണം, ഹാബിറ്റേറ്റ് പോലെ വന്നിരിക്കണം. ഇത് കാരണമാണ് ഈ 2 സെലക്ഷൻ, പോയിസൺ സ്നേക്ക്, നോൺ പോയിസൺ സ്നേക്ക് മെയിൻ ആയിട്ട്. ഓക്കെ, അതിന്റെ ഫുഡ് എങ്ങനെയാണ്, ഇതിന്റെ ഫുഡ് വ്യത്യാസമാണ്, അത് വേണ്ടിയിട്ടാണ് ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ദർ ആർ മോർ നോൺ പോയിസണസ് സ്നേക്സ് ദാൻ വെനമസ് സ്നേക്ക് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ. അവർക്ക് നോൺ പോയിസൺ സ്നേക്സ് ഇനി ചോയ്സ് കൊടുത്തിട്ടുണ്ട്, അത് നേച്ചറിൽ ചോയ്സ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ അതിന്റെ വിക്ടിംസ് ഏതൊക്കെ ആവാന്ന്. പല്ലി വരെ കഴിക്കുന്നുണ്ട്, പല്ലിയെ കൂറ തൊട്ട് എല്ലാം കഴിക്കുന്ന കാറ്റഗറി ഉണ്ട്. പക്ഷെ വേറെ നോൺ പോയിസൺ സ്നേക്ക് അതിനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതാണ് മെയിൻ ആയിട്ട്. ക്ലിയർ എന്നാലും പറയാൻ പറ്റില്ല എനിക്ക്. അതാണ്. ഓക്കെ സർ, താങ്ക് യു. സാറിന്റെ പ്രസന്റേഷൻ വളരെ സൂപ്പർ ആയിരുന്നു, ഗംഭീരമായിരുന്നു, വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. അവയർനെസ് സയന്റിഫിക് ആയിട്ടല്ല, ജനറൽ അവയർനെസ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഓക്കെ, ഇനി ആരെങ്കിലും നമുക്ക് അറിവ് ചോദിച്ചും ഇങ്ങനെ പറഞ്ഞ് അറിയാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് ഇതൊക്കെ. ആർക്കെങ്കിലും ഇനി ചോദ്യങ്ങളുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. വളരെ ഡീറ്റെയിൽ ആയിട്ടും ഓരോരുത്തർക്കും ആ ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു ഈ സെഷൻ എന്നുള്ളത്. സോ ഈ സെഷൻ ഔട്ട് ഓഫ് താങ്ക്സോടെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻവയോൺമെന്റ് ഫൗണ്ടേഷൻ പ്രതിനിധിയായ ശ്രീ അലി അക്ബർ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പ്ലീസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിഗ് താങ്ക് യു ഫോർ രവി സാർ. ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കൊരു പാമ്പിനോട് പേടിയല്ല, ഒരു അവയർനെസ് ആണ് വേണ്ട, അല്ലെങ്കിൽ ഒരു ജാഗ്രതയാണ് വേണ്ടതെന്നുള്ളത് എല്ലാവർക്കും ഇത്ര ചെറിയ സമയത്തിനുള്ളിൽ വളരെ ഇൻഫോർമേറ്റീവായിട്ട് എഫക്റ്റീവായിട്ട് പറഞ്ഞുതരാൻ പറ്റിയതിൽ സാറിനൊരു വലിയ നന്ദി അറിയിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അത് എല്ലാവരുടെയും റിയാക്ഷനെയും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ എല്ലാവർക്കും ഇനിയും ഇങ്ങനെയുള്ള അവയർനെസ് ക്ലാസ്സുകൾ നമ്മൾ വയ്ക്കുമ്പോൾ എല്ലാവരും വന്ന് സെഷൻസ് വളരെ ഉപയോഗപ്രദമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കും. ഓക്കെ, താങ്ക് യു ഫൗണ്ടേഷൻസ്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓപ്പർച്യൂണിറ്റി തന്നെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.